നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇലക്ഷനാണ്. ഇലക്ഷൻ ആകുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ പെടുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളൊക്കെ കാണാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി കാക്കനാട് തുതിയൂർ പ്രദേശത്തെ വോട്ടേഴ്സ് കൂട്ടായ്മ, അതായത് തുതിയൂർ വോട്ടേഴ്സ് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഇവിടെ 3 ഡിവിഷനാണുള്ളത്. 12ാം ഡിവിഷൻ, 13ാം ഡിവിഷൻ, 14ാം ഡിവിഷൻ. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ വേദിയിൽ ഒന്നിച്ചു കൂടുകയാണ്. ഇപ്പൊ ഞാൻ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. ജയിച്ചു കഴിഞ്ഞ രാഷ്ട്രീയം അത് എന്റെ മനസ്സിലുണ്ടാകും ആള്. അത് പൊതുവേദി കാണിക്കുമ്പോ ഞാൻ കൗൺസിലർ ആവൂല. നല്ല കാര്യം. സ്ഥിരം വാടകയ്ക്ക് താമസിക്കുന്ന ഏകദേശം ഒരു 38ഓളം കുടുംബങ്ങളുണ്ട്. അവർക്ക് ഇതുവരെ സ്വന്തമായി ഭവനങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ താമസിക്കുന്ന ആ കരിയൽ ഭാഗത്തു നിന്ന് അവർക്ക് കുടിവെള്ളം വലിയ പ്രശ്നം തന്നെയാണ്. ആ ഭാഗത്ത് ഡ്രെയിനേജിന്റെ പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, റോഡുകളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ നോക്കിയാൽ 13ാം വാർഡില് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. സംഘാടകർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയ സംവാദങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു. പ്രദേശത്തിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അത് നല്ലൊരു അഭിപ്രായമാണ്. അതിന് ഞാൻ ശ്ലാഘിക്കുന്നു. ഇങ്ങനെ വേണം, ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കാഴ്ചപ്പാട് വേണം. സർക്കുലർ ബസ്, കുട്ടി ബസ്സുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പേര് റെസ്പോൺസ് ഇല്ലാണ്ട് തന്നെ അതിലെ ഒന്ന് പോകാനുള്ള രീതിയിൽ ആ റോഡിന് എന്തെങ്കിലും വൈഡനിങ് ഒക്കെ ചെയ്ത് ചെറിയ ബസ്സുകൾ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്ദിരാനഗർ ഭാഗത്തേക്കുള്ള അവിടെ സ്റ്റാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ആ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക. അതനുസരിച്ച് കൂടുതൽ ആൾക്കാർ നമ്മുടെ തുതിയൂർ ഭാഗത്തൂടെ കറങ്ങിയോ പോകുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ സഞ്ചാരം വരുമ്പോൾ കൂടുതൽ ബസ്സുകളും ഈ ബോട്ടുകളും വാട്ടർ മെട്രോയൊക്കെ വരാനുള്ള സാധ്യത. അതായത് ഏറ്റവും കൂടുതൽ സൗകര്യമായിരിക്കും അത്. ആ സ്ഥലത്ത് നിന്ന് ഒരാൾ ബസ് കയറി വൈറ്റിലെത്തണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാക്കനാട് നിന്ന് അടുത്ത ബസ് പിടിച്ച് നിങ്ങൾ അവിടുന്ന് കാക്കനാട് എത്തുന്ന സമയം കൊണ്ട് വാട്ടർ മെട്രോയില് വൈറ്റിലെത്താൻ പറ്റും. നമുക്ക് ഒരു കാരണവശാലും ഞാനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കയ്യിൽ നിന്ന് പണമെടുത്ത് ചെയ്യണ്ട. അതിന് കൃത്യത വരുത്താനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ വന്നായിരുന്നു. വിവരാവകാശം വെച്ചപ്പോൾ കിട്ടിയത് ഈ ആവാസ് യോജന 0 തൃക്കാക്കര നടപ്പിലാക്കിയത്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ശരി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങൾക്കുള്ള സേവനം ഇല്ലാതാക്കുകയല്ല വേണ്ടത്. വാർഡ് വികസന സമിതി രൂപീകരിച്ച് വിദഗ്ധരെ കൂട്ടിച്ചേർത്ത് ഈ വാർഡിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. ഈ മാലിന്യം വലിച്ചെറിയുന്നവരെ പോലീസ് പിടിക്കാറുണ്ട്. ഈ പോലീസ് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കണ? ഒന്നില്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറുടെ കൂട്ടുകാരായിരിക്കും കൊണ്ടുവന്നിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ. അങ്ങനെ കഷ്ടപ്പെട്ട് പോലീസ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് ഇറക്കാൻ ചെല്ലുന്ന ആരാ? ഇവിടുന്ന് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാ. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇനി ഉണ്ടാവരുത്. ഇനി നമ്മുടെ മാലിന്യം നീക്കാൻ പറ്റിയില്ലെങ്കിലും ഇവർക്കെതിരെയുള്ള നിങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ച് മാക്സിമം ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുക. മുനിസിപ്പാലിറ്റിയിൽ പോയി അവരുടെ കാര്യങ്ങൾ പറയാനാവില്ല. അവരുടെ ശബ്ദമായിട്ടാണ് ഒരു കൗൺസിലർ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത്. തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ ജനങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കൗൺസിലറുടെ ഉത്തരവാദിത്വവും കഴിഞ്ഞു. കൗൺസിലിൽ ഡെയിലി പോയിട്ട് അവിടെ അടിപിടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഈ നഗരസഭയിൽ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും ഈ തമ്മിത്തല്ലിനും ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എന്ത് കാര്യം ചെയ്യണം എന്നൊരാഗ്രഹം അവനവന്റെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവണം. ഈ തുതിയൂരിന്റെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ളതാണ്. വോട്ട് അഭ്യർത്ഥിച്ച് നമ്മൾ ഒരു വാർഡുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരും നമ്മളോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വീടുകളിൽ ചെന്ന് പഠിച്ച് അല്ലെങ്കിൽ അവരെ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പൂർണ്ണ മനസ്സോടു കൂടി ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് എന്റെ വോട്ടർമാരോട് പറയാനുള്ള ഒരു കാര്യം. 140 കോടി രൂപയുടെ വരുമാനമുള്ള ഒരു തൃക്കാക്കര നഗരസഭയായിട്ട് ഈ മാലിന്യ സംസ്കരണം സ്വന്തം ചെലവിൽ നിർവഹിക്കാൻ ഈ തൃക്കാക്കരയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു നാണക്കേട് തന്നെയാണ്. സർക്കാരിന്റെ പദ്ധതികളിൽ നിന്നും അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും
എന്തെല്ലാം സഹായങ്ങളാണോ കിട്ടേണ്ടത് സാധാരണക്കാരായ ആളുകൾക്ക് അത് അറിയില്ല. അവർക്ക് മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങേണ്ട കാര്യവുമില്ല. നമ്മൾ അത്തരം സഹായങ്ങൾ അന്വേഷിച്ച് അവരിലേക്ക് എത്തിക്കും എന്നുള്ളതും ഉറപ്പുവരുന്നു. മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ഇട്ടിട്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഗന്ധം കൊണ്ട് ആൾക്കാർ ഓടുകയാണ്. തുതിയൂരിലെ 13-ാം വാർഡിലെ ജനങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാൻ. കേട്ടല്ലോ എല്ലാവരും, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു പോകുമ്പോൾ ഒരു കക്ഷിയുടെ ആളായിട്ടല്ല പോകുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളുടെ തീരുമാനം, ഈ വോട്ടർമാരുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ടേ അതിന് അടുത്ത പിന്തുണ മറ്റുള്ള കക്ഷികൾക്ക് പിന്തുണ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയൂ. ശരിയാണോ? ശരിയാണ്, സമ്മതിച്ചു. കോളിഫോം ബാക്ടീരിയ കൂടുതലുള്ളത് ഈ സെസിന്റെ തോടിന്റെ പരിസരത്തുള്ള കിണറുകളിലാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആദ്യമുള്ള കിണറുകളൊക്കെ ഉപയോഗശൂന്യമായി തുടങ്ങി. അത് വലിയ താമസമില്ലാതെ അടുത്ത പ്രദേശം. ഈ സീറ്റുള്ള പാർട്ടിയോടും എൻ്റെ നേതാക്കന്മാരോടും നന്ദി പറയണം. കാരണം ഞാനിതുപോലെ പൊതുവേദിയിലും സംസാരിച്ചിട്ടില്ല. പ്രസംഗത്തിൽ ഭയങ്കര പിന്നിലാണ്, പ്രസംഗിക്കാൻ കഴിവൊന്നുമില്ല. അതൊക്കെ പഠിക്കാം നമുക്ക്. അല്ല, പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. കറക്റ്റ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇങ്ങനെയുള്ള ചർച്ചകൾ വരേണ്ടത് ആവശ്യകതയാണ്. രാഷ്ട്രീയ പ്രീതമല്ലാതെ നമുക്ക് ചർച്ചകൾ നടത്തേണ്ടത് ഈ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. അപ്പൊ തെരുവുനായ ശല്യം തുതിയൂരുണ്ട്. തുതിയൂര് നമുക്ക് ഇല്ലായ്മ ചെയ്യണം. ഹോസ്പിറ്റലിൽ ചെന്നാൽ വാക്സിൻ ഉപയോഗിച്ചാൽ പോലും അവർ ഭീകരമായി മരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. ശരി, ഇപ്പൊ സൂചിപ്പിച്ചത് തെരുവ് നായ ശല്യം തുതിയൂർ ഈ പറഞ്ഞ വാർഡിലും അതുപോലെ തുതിയൂർ പ്രദേശത്തും രൂക്ഷമായിട്ടുണ്ട്. അത് പരിഹരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വിഷയത്തിലേക്ക് പോവാം. തുതിയൂർ പ്രദേശത്തേക്ക് ഉള്ള കംപ്ലീറ്റ് വെള്ളം ദിവസവും കിട്ടാവുന്ന രീതിയിൽ ഞാൻ എന്റെ പാർട്ടി വിചാരിച്ച് നടക്കും. എനിക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രം. തീർച്ചയായിട്ടും. അപ്പൊ പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ഇങ്ങനെയുള്ള പഴയ മടകളുണ്ട്. അമ്പലപ്പാറ പോലെ, കാമ്പളത്ത് പാറ പോലെയുള്ള പാറമടകളുണ്ട്. ആ മടയിലുള്ള വെള്ളം ഇപ്പോ പമ്പ് ചെയ്താൽ ഈ പറഞ്ഞ ഈ പ്രദേശത്തെ കുടിവെള്ളം പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ സാധിക്കും അല്ലെ? ലഹരി, മാരകമായ ലഹരിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുതിയൂരിനെ സംബന്ധിച്ച്. മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരാണ് ഇവിടെ ഉള്ളത്. പല സ്ഥലത്തും ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. ഈ വ്യാസവിദ്യാലയത്തിന് പുറകെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാ. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം, പേടി തോന്നും. മാരകമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ യുവത, നമ്മുടെ യുവാക്കൾ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ബോധമില്ലാതെ അവരെന്ത് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും എന്ത് ക്രൂരതയും ചെയ്യാവുന്ന അവസ്ഥയിലാണ്. അതിന് ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം അതിന് നമ്മൾ അറിയിച്ച്, അധികൃതരെ അറിയിച്ച് നമ്മൾ ഓരോരുത്തരും അതിന് പുറകെ പോകണം. അപ്പൊ അതിന് മുന്നിട്ടിറങ്ങും. പിന്നെ രാഷ്ട്രീയം വേണ്ട. വെറുപ്പിന്റെ രാഷ്ട്രീയം. മറ്റൊരു വേറെ പാർട്ടി, ഇവര് വേറെ പാർട്ടി, അവരെ വെറുപ്പ് മാത്രം സംസാരിക്കും. നമ്മൾ സ്നേഹിതർ, എല്ലാവരും സ്നേഹിതരാണ്. ഇത് ഇലക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ഒന്നിച്ച് കാണേണ്ടവരാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ അടിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു കുടക്കീഴ് തുതിയൂർ ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവനും, എല്ലാ വോട്ടർമാരും, 3 ഡിവിഷനിലെ വോട്ടർമാർ മുഴുവനും ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ്. അതോടൊപ്പം ഈ 3 ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു മാതൃകയാണ്. നമ്മുടെ തൃക്കാക്കരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജില്ലയ്ക്കൊക്കെ ഒരു മാതൃക തന്നെയാണ്. ചാനൽ ചർച്ചകൾ ഇതുപോലുള്ള വേദികളിലൊക്കെ നമ്മൾ കാണുന്നത് തമ്മിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്യുക. പക്ഷേ നമ്മൾ മറ്റുള്ള ചർച്ചകളിലൊക്കെ കാണുന്നത് ഒന്നിലെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഒരു രീതിയിലുള്ള ചർച്ച നീങ്ങുന്നതിന് പകരം ഇവിടെ ഈ പ്രദേശത്തെ 3 ഡിവിഷനിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ 3 ഡിവിഷനിലെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നോർക്കുക, നമ്മൾക്ക് ഇതുപോലെയുള്ള ഈ ഒരു വേദി തന്നെ, ഈ ഒരു ടർഫ് തന്നെ, CSC ടർഫ്, ഈ ഒരു ടർഫിൽ സൗജന്യമായി ഈ ഒരു സംഘടിപ്പിക്കാൻ വേണ്ടി അതിനുള്ള അനുബന്ധമായിട്ടുള്ള സൗണ്ട് സൗകര്യമായിക്കോട്ടെ, മറ്റു വേദി ഒരുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CSC ടർഫ് അതിൻ്റെ അധികാരികൾ, ഒരു സോജൻ, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം വെളിയിലാണ്. എങ്കിലും ഇവിടെയുള്ള ആളുകളെ കൂട്ടിയിണക്കാൻ വേണ്ടി അദ്ദേഹം വെളിയിലിരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും പീറ്റർ ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ, തുതിയൂർ വോട്ടേഴ്സ് എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഒരു ദിവസം കൊണ്ട് 92-93 പേരോളം അതിനകത്ത് അംഗങ്ങളായി. അപ്പോൾ ആ ആളുകൾ മുഴുവനും ഈ ഒരു വേദിയിൽ, ഈ 3 ഡിവിഷനിലെ വോട്ടർമാരെല്ലാവരും ഈ ഒരു വേദിയിലെത്തുകയും
ഇവിടെ ഈ 3 ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ മുഴുവനും ഈ ഒരു വേദിയിലെത്തുകയും സംവാദിക്കുകയുമാണ്. ഏതായാലും നമ്മൾക്ക് കേൾക്കാം തുതിയൂരിൻ്റെ ശബ്ദം, കാക്കനാടിൻ്റെ ശബ്ദം, ഇല്ല കേരളത്തിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാം. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ. 13ാം ഡിവിഷനിലെ കരുത്തുറ്റ നല്ല ചുറുചുറുക്കുള്ള ആളുകളാണ്, തുതിയൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. എല്ലാവരെയും നമ്മൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സുഹൃത്തുക്കളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആരെയൊക്കെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് നമ്മൾ 9-ാം തീയതി നോക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പോരായ്മകളെല്ലാം നമ്മുടെ ഈ 13ാം ഡിവിഷനിലെ നമ്മുടെ കൗൺസിലർമാർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇടത് വശത്ത് തുടങ്ങും വലത് വശത്തുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായം ഇതിലുണ്ടോ? ഇല്ല, എല്ലാവരും ഒരേ മനസ്സാണ്. എനിക്ക് പറഞ്ഞത് ഇത് കണ്ടോ, എല്ലാവരും ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഇതാണ് തുതിയൂരിന്റെ പ്രത്യേകത. കണ്ടോ, എല്ലാവരും നോക്കിയേ, ഓരോ സ്ഥാനാർത്ഥി വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയിലെ അംഗങ്ങളൊക്കെയാണ്, ഓരോ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ്, സ്വതന്ത്രരാണ്, BJP ആണ്, എല്ലാവരും ഉണ്ട്. ഒരേ മനസ്സോടെ ഒരു കുടുംബത്തിൽ ഒരു കുടുംബാംഗം പോലെയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. പിന്നെ മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത് നമ്മൾക്ക് നോക്കിയിട്ട് നമുക്കിപ്പോൾ അതിന്റെ കാര്യങ്ങളും എല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് ഒന്നിച്ച് കൂടിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം പേര് ഒന്ന് പരിചയപ്പെടുത്താൻ നേരത്തെ. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ LDFൻ്റെ 13ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. 13ാം വാർഡിലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വടക്ക് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, വടക്ക് നിന്ന് നോക്കി തെക്ക് വരെ വരുമ്പോൾ മാരിയമ്മൻ കോവിലിൻ്റെ ഭാഗത്തുനിന്ന് കടന്ന് നമ്മുടെ ഇന്ദിരാനഗർ അറ്റം വരെ വരുമ്പോൾ ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത മറ്റു വാർഡുകൾ പോലെയല്ല. നിങ്ങൾക്ക് മനസ്സിലാകും, ഈ വാർഡിൻ്റെ രണ്ടറ്റവും വടക്ക് വശമാണെങ്കിലും തെക്ക് വശമാണെങ്കിലും ഏകദേശം പരന്ന ഭൂമിയാണ്. എന്നാൽ നടുക്കോട്ട് വരുമ്പോൾ ഈ ഭൂമിയുടെ 2 വശത്തേക്കും വളരെ ഡീപ്പായ ചരിവാണ്. അപ്പം അതുകൊണ്ട് ഈ വാർഡിന് അങ്ങനെ ഒരു പ്രത്യേകത, മറ്റു വാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വികസനം ഒട്ടും എത്താത്ത ഒരു വാർഡാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചരിവായതുകൊണ്ട്, അടുപ്പിച്ചടുപ്പിച്ച വീടുകളായതുകൊണ്ട് അവിടെ കൃത്യമായ ഒരു സഞ്ചാരയോഗ്യമായ അവസ്ഥയല്ല. തെക്കോട്ട് പോയാൽ നമ്മൾ ഇന്ദിരാനഗർ കരിയല ഭാഗത്തേക്ക് ചെന്നാൽ ഏറ്റവും വെള്ളക്കെട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ്. ഒരു മഴ പെയ്താൽ അവിടെ ഏകദേശം 8 വീടോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, കരിയൽ ഭാഗത്ത് മാത്രം. അത്തരം ആൾക്കാരെ ഉടനെ നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിലോട്ടോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ, അത് കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഏകദേശം അതിനോടനുബന്ധിച്ച് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ 2020 പാർട്ടിയെ പ്രതിനിധീകരിച്ച് 12ാം വാർഡിൽ മത്സരിക്കുകയാണ്. 12ാം വാർഡ് എന്ന് പറയുന്നത് വ്യവസായ മേഖല ഉൾപ്പെടുന്ന ഈച്ചുമുക്ക്, കോറ്റേത്ത ഭാഗം, പിന്നെ വ്യവസായങ്ങളുടെ തെക്ക് ഭാഗം ചിത്രപ്പുഴ വരെ, സീപോർട്ട് എയർപോർട്ട് റോഡ് കിഴക്ക് വശവും പടിഞ്ഞാറ് വശം നമ്മുടെ ആ തോട്. ഇനി നമുക്കറിയേണ്ടത് ആ വാർഡില് എന്തൊക്കെ പോരായ്മകളാണ്. ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഇപ്പം അറിയാം, നമ്മുടെ ഈ പറഞ്ഞ വാർഡിൻ്റെ ആ ഒരു വാർഡിൻ്റെ പല സ്ഥലത്തും പല വീടുകളിലും ഇതുപോലെ തന്നെ പല ഇഷ്യൂസും പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്താണ് ജയിച്ചു വന്നാൽ ഈ ഒരു ചുമതല ഇവിടെ നമ്മുടെ തൃക്കാക്കരയിലെ 12ാം ഡിവിഷനിലെ വോട്ടർമാര് ആ ചുമതല ഏൽപ്പിച്ചാൽ എന്തായിരിക്കും ചെയ്യുക? ഇപ്പം നിലവിൽ ഈ 12ാം വാർഡ് അഭിമുഖീകരിക്കുന്ന മുഖ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് റോഡിന്റെ ശോചനീയാവസ്ഥ, പിന്നെ മാലിന്യ പ്രശ്നങ്ങൾ. അതായത് കൃത്യമായിട്ട് മാലിന്യങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ റോഡുകളിൽ മുഴുവൻ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു എല്ലാ ഭാഗങ്ങളിലും. പിന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പിന്നെ ഒരു അഴിമതി മുക്ത ഭരണം. ശരി, ഇതൊക്കെയാണ് 2020 മോഡൽ ഭരണം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുക. ശരി, അത് തൃക്കാക്കരയിൽ തുടങ്ങി കേരളം മുഴുവൻ വ്യാപിപ്പിക്കുക. അതാണ് പാർട്ടിയുടെ ലക്ഷ്യം.
ശരി. ഈ 12ാം ഡിവിഷന്റെ ഭാഗം വരുമ്പോൾ സെറ്റ്സിൽ നിന്ന് ഒരു മലിനജലം ഒഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്, ഒരു തോട്ടിലേക്ക് മീനുകളൊക്കെ ചത്തുപോകുന്നുണ്ട്. അത് കണ്ടിരുന്നോ? അത് കണ്ടിരുന്നു. അതായത് സെസ്സിൽ ഇപ്പൊ അവരൊരു ആറോ പ്ലാന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആറോ പ്ലാന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കമ്പനികളൊന്നും ഈ ആറോ പ്ലാന്റായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അവരുടെയൊക്കെ ഔട്ട്ലെറ്റ് ഇപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പരിപ്പച്ചരയുടെ ഭാഗത്തുള്ള തോട്ടിലേക്കാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ ഈ പറഞ്ഞ തോടിലൂടെയുള്ള മലിനജലം ഒഴുക്കുന്നത് നിർത്താൻ കഴിയും. അതിന് വേണ്ടുന്ന നടപടികൾ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് നമ്മൾ കൈക്കൊള്ളണം. ഏതായാലും ഇദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു വിജയൻ കർഷകൻ, നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം, അദ്ദേഹം നേരത്തെ ഗവൺമെന്റിലേക്ക് തന്നെ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ വന്ന് പരിശോധന നടത്തി അതിന്റെ സെപ്സിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ തേടിയിരുന്നു. അത് പരിഹരിക്കണമെന്ന് അടിയന്തരമായി നോട്ടീസ് കൊടുത്തിരുന്നു. അതിനുശേഷം ഗവൺമെന്റിലേക്ക് സെപ്സിൽ നിന്ന് മറുപടി കൊടുത്തിരുന്നു. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അറിയിച്ചിരുന്നു. ഇത് പരിഹരിച്ചുവെന്നും 100% പരിഹരിച്ചെന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ അത് പരിഹരിച്ചില്ല എന്നുള്ളത് നമ്മളൊരു 6 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ആ പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. അപ്പൊ പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോഴും ആ ആറോ പ്ലാന്റിലേക്ക് മുഴുവൻ പൈപ്പും കണക്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മലിനജലം പുറത്തു വരാൻ പാടില്ലാത്തതാണ്. ശരി. അപ്പൊ അതുമായി ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. അപ്പൊ 2020 പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന ആളുടെ ഒരു വാഗ്ദാനമാണ്. അടുത്തത് കുടിവെള്ളം അല്ലേ? കുടിവെള്ളത്തിൽ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കിഴക്കമ്പലം മോഡല് അവിടെയൊക്കെ കുടിവെള്ളം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നല്ല കിണറുകളൊക്കെ വൃത്തിയാക്കിയിട്ട് ആ റിമോട്ട് ഏരിയകളിൽ ആ കുടിവെള്ളം എല്ലാവർക്കും കിട്ടുന്ന വിധത്തിലേക്ക് കൊണ്ടുവരിക. ശരി. പിന്നെ അടുത്ത മാലിന്യത്തിന്റെ പ്രശ്നം പറഞ്ഞായിരുന്നു. അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണമാണോ അതോ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണമാണ് നമുക്കിവിടെ പറ്റുള്ളൂ. കാരണം നമുക്ക് അല്ലാതെ തൃക്കാക്കരയിൽ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ പ്ലാന്റ് ഉണ്ട് ഇവിടെ. ഈ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യങ്ങൾ മുഴുവൻ പോകുന്നത് തൃക്കാക്കര പഞ്ചായത്തിലൂടെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് തൃക്കാക്കര പഞ്ചായത്തിനാണ് അല്ലെ? കിട്ടേണ്ടത് തൃക്കാക്കര പഞ്ചായത്തിനല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പ്രഷർ ചെലുത്തി നമ്മുടെ മാലിന്യം കൂടി അവിടെ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ശരി. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നു. കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു, മാലിന്യത്തിന്റെ പ്രശ്നം പറഞ്ഞു, പിന്നെ എന്തായിരുന്നു? റോഡിന്റെ ഗതാഗത പ്രശ്നങ്ങൾ. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാക്കനാട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സീപോർട്ട് എയർപോർട്ട് റോഡ് ഇപ്പൊ വളരെ കൂടുതലാണ് ഗതാഗത പ്രശ്നങ്ങൾ. അത് ഈ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് സിഗ്നലിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഉണ്ട് കാക്കനാട് സിഗ്നലിൽ. ഈ 4 ഭാഗത്തും കിടക്കുന്നത് സർക്കാരിന്റെ തന്നെ സ്ഥലങ്ങളാണ്. കളക്ടറേറ്റ് ഉണ്ട്, RBDCയുടെ സ്ഥലമുണ്ട്, മീഡിയ അക്കാദമിയുടെ സ്ഥലമുണ്ട്, അപ്പുറത്ത് BSNLിലേക്ക് പോകുന്ന റോഡുണ്ട്. ഇവിടേക്ക് ഒരു ഫ്രീ എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗതാഗത കുരുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാം. കൂടാതെ ഈ ചുമക്കിൽ നമുക്കൊരു അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്ന കേസുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കും. ശരി. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം നമ്മൾ കേട്ടു. നമ്മുടെ 2020 12ാം ഡിവിഷനിൽ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥിയുടെ അടുത്ത് നമ്മളുടെ വോട്ടേഴ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ ഈ അടുത്ത് ഈ മാലിന്യ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ അടുത്ത് ഈ കഴിഞ്ഞ ഭരണസമിതി ആ നമ്മുടെ മുനിസിപ്പലിനോട് ചേർന്ന് തന്നെ ഒരു 50 സെന്റ് ഭൂമി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടായി. അവിടെ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അത് നമ്മുടെ തൃക്കാക്കര സഹകരണ ആശുപത്രിയുടെ കോളിഫോം ബാക്ടീരിയ കൂടുതലുള്ളത് ഈ സെസിന്റെ തോടിന്റെ പരിസരത്തുള്ള കിണറുകളിലാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആദ്യമുള്ള കിണറുകളൊക്കെ ഉപയോഗശൂന്യമായി തുടങ്ങി. അത് വലിയ താമസമില്ലാതെ അടുത്ത പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മുടെ അടുത്ത് നല്ലൊരു സമീപനം അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ സെസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത് ഇത് തന്നെയാണ്. STP എന്ന് പറയുന്നത് തന്നെയാണ്, സിവിയർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന മാലിന്യം തന്നെയാണ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സെസ്സിൽ നിന്ന് വരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ആണ് തോടിലൂടെ വരുന്നത്. ഈക്കോളി എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ എല്ലാ സ്ഥലത്തും ഒന്നുപോലെ പ്രസന്റ് ആണ്. അപ്പോൾ നിങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ പ്രാദേശികമായി വികേന്ദ്രീകൃതമായ രീതിയിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വാട്ടറിന്റെ ക്വാളിറ്റി ഈ അടുത്ത സമയത്തും ഈ നമ്മുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കോളർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു ഫ്രൂട്ട്ഫുൾ സൊല്യൂഷൻ ആണോ?
നമ്മളുടെ ഈ സ്ഥലത്തേക്കുള്ള പമ്പിങ് 2 ദിവസം എന്നുള്ളത് നിങ്ങളുടെ അധികാരത്തിലെത്തിയാണ്. തീർച്ചയായിട്ടും 2 ദിവസം എന്നുള്ളത് 4 ദിവസം ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു. മറ്റേ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടോ അടയ്ക്കുന്നവരുടെ സൊല്യൂഷനേ ആവുന്നുള്ളൂ. അതെ, എന്റെ വളരെ സുചിന്തിതമായ അഭിപ്രായം അതാണ്. അല്ലല്ല, അത് കുഴപ്പമില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഈ സീവേജ് പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം വരുന്നുണ്ട്. ഓക്കെ. സെസിന്റെ ഈ നമ്മുടെ ഈ തോട് വഴി, കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അത് ഈ സാറ് പറഞ്ഞ മാതിരി എന്താ പറയാ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ല ഇതിനകത്ത് വരുന്നത് മുഴുവൻ. കാരണം ശരിക്കും ഇവരുടെ ഒരു സീവേജ് സിസ്റ്റം എന്താ അവിടെ, അവരതിന് ഡ്രൈ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈ വേസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിന്റെ സോപ്പ് പിറ്റ്, അതായത് മലിനജലം വരുന്നത് മുഴുവൻ ഈ തോട് വഴിയാണ്. ഏതായാലും രാജു വളരെ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ, എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്തു. നമ്മളൊരു ജനപ്രതിനിധി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും അറിയണമെന്നില്ല. ടെക്നിക്കലായിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരൊക്കെയാണ് അതിന് വേണ്ട സപ്പോർട്ട് നമുക്ക് വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നാലും മുഖ്യമന്ത്രിക്ക് അതിന്റെ പ്രൊവിഷൻ സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഏതായാലും വളരെ നന്നായിട്ട് കുറെ കാര്യങ്ങൾക്ക് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. ഒരാൾ കൂടി. ഞാൻ 13-ാം വാർഡിൽ അല്ല താമസിക്കുന്നത്. ആദ്യം 13-ാം വാർഡിലായിരുന്നു. എൻ്റെ പേര് വിജയൻ. ഞാൻ 2020 സ്ഥാനാർത്ഥിയോട് എനിക്കൊരു ചോദ്യമുള്ളത്, മലിനജലം ഒഴുകുന്നതിനെ കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് സെപ്സിലെ കമ്മീഷണർ മലിനജലം തടയുന്നതിന് വേണ്ടി 1,96,000 രൂപ അങ്ങനെ എന്തോ ഒരു പദ്ധതി അവിടെ നടപ്പിൽ വരുത്തി ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുമ വിജയൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് അതിന് മുൻകൈ എടുത്ത് ചെയ്തിരുന്നത്. ആ ഫണ്ട് ലാപ്സായി പോയത്, ആരും എന്തോ ഉദ്യോഗസ്ഥ ഏതോ തലങ്ങളിൽ അത് ബ്ലോക്കായി പോയിരിക്കണം. അത് വീണ്ടും നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ കമ്മീഷണർ വെച്ചിരുന്ന, അതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഡെവലപ്മെന്റ് കമ്മീഷണർ വെച്ച ആ സംഭവം നടപ്പിൽ വരുത്തി ഈ മലിനജലം ഒഴുകുന്നതിന് പരിഹാരമുണ്ടാകുമോ? ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇതുകൂടി, ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഔട്ടറിലേക്ക് തള്ളി വിടുന്നത് ഇവിടെ മറ്റ് ഒരു സാർ സൂചിപ്പിച്ചതുപോലെ കെമിക്കൽ വാട്ടർ പൊല്യൂഷൻ വാട്ടർ മാത്രമല്ല, ഈക്വളിയുടെ കണ്ടന്റ് കൂടി അതിനകത്ത് ഇടപെടുവാണ്. ഈ ഒരു വിഷയമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഈ വേറെ വിഷയങ്ങൾ, കാര്യം നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ട്, എല്ലാവരും തിരക്കാണ്. അപ്പൊ ഒരു വിഷയം നമ്മൾ ഒരാളെ പറഞ്ഞിട്ട് ഇനി വേറെ വിഷയം നമുക്ക് അടുത്തേക്ക് പോകാം. ഈ വിഷയത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വേണം. കാരണം ഇതുവരെ അധികാരത്തിൽ വന്നാൽ ആ നിർത്തലാക്കി വെച്ച മുടങ്ങിപ്പോയ സംവിധാനം പുനരുദ്ധരിക്കാൻ ഭരണതലത്തിൽ സ്വാധീനം ഉണ്ടാകുമോ, ചെലുത്തുമോ? ഒറ്റ ചോദ്യം ഈ പറഞ്ഞതിനൊന്ന് ആൻസർ. തീർച്ചയായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. വെരി ഗുഡ്. ഇനി അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോകാം. നമുക്ക് ശരി ഷഡ്മുഖ ഇല്ല, അത് നമുക്ക് തീർക്കാം. അതെന്നറിയോ, ഓരോ വാർഡ് വെച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ വാർഡില് 2 സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം തന്നെ വീണ്ടും വീണ്ടും, അതാണ് ഞാൻ ഇപ്പൊ അതിനകത്ത് ഇടപെട്ടത്. അത് സെയിം വിഷയം തന്നെയാണ് അടുത്ത ആൾ ചോദിച്ചത്. അല്ല, ഇതിനകത്തൊരു കുഴപ്പമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് 12-ഉം 13-ഉം ഉണ്ട്. കാരണം അതിന്റെ ഇടയിലൂടെ പോകുന്ന തോടായതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് തുതിയൂരിനെ സംബന്ധിച്ച്. തുതിയൂർ പ്രദേശം ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ കുടിവെള്ള സ്രോതസ്സുകൾ ഇപ്പൊ അവിടെ അടുത്തുള്ള ആളുകളാണ്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നതിന് തീട്ടിക്കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഏറ്റവും ആദ്യം അതായത് നമ്മുടെ ചുറ്റുപാടുള്ള കുടിവെള്ള സ്രോതസ്സുകൾ, അതായത് തോടുകളായിക്കോട്ടെ, ഇടപെടുവാണ്. അതായത് സമയപരിമിതി കൊണ്ട് ഇടപെടുവാണ്. ഏതായാലും ഈ ഒരു വിഷയം വളരെ സജീവമായി തന്നെയാണ്. തുതിയൂർ പ്രദേശത്തുള്ള ആളുകളുടെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ കുടിവെള്ള സ്രോതസ് മുഴുവനും മലിനമാകുന്നു. ആ ഒരു ഇപ്പം നമ്മുടെ ജെയിമിച്ചേട്ടനൊക്കെ നേരത്തെ കൗൺസിലർ ആയിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ അറിയാം ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവനും അറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ മലിനജലം ഒരു കാരണവശാലും തുതിയൂരിലേക്ക് ഒഴുക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ മാലിന്യം തള്ളുന്ന ഒരു പ്രദേശമായി മാറി. ഈ പറഞ്ഞ സ്ഥലവും അതുപോലെ ഇന്ദിരാനഗർ, അതുപോലെ തന്നെ നമ്മുടെ സച്ചിൻ റോഡ്, അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ മുഴുവനും മാലിന്യം തള്ളുന്ന ഒരു പ്രദേശമായി മാറി. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള ഒരു സംവാദവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയും ഇപ്പൊ സംഘടിപ്പിച്ചത്. ഏതായാലും ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് പോകാലോ. ഒരു മിനിറ്റ്.
അപ്പൊ നമുക്ക് BJP പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ആദ്യം ആളുടെ പേര്, ബൗണ്ടറി, പരമാവധി ചുരുക്കി തന്നെ നമുക്ക് പോകാം. എല്ലാവർക്കും സംസാരിക്കേണ്ടതുണ്ട്, നമുക്ക് അധികം സമയം നീണ്ടു പോകരുത്. എൻ്റെ പേര് സുനിൽ ഗോപാലൻ. ഇവിടെ എൻ്റെ പിന്നിലിരിക്കുന്ന മറ്റു ഡിവിഷൻ്റെ സ്ഥാനാർത്ഥികൾ, എൻ്റെ അതേ വാർഡിൽ മത്സരിക്കുന്ന ശ്രീ സന്തോഷ്, നിങ്ങൾ ഓരോരുത്തർക്കും, ഇതിൻ്റെ സംഘാടകർ, ഇവരോട് ഓരോരുത്തർക്കും എൻ്റെ കൈതവുമായ ഒരു ആദരവ്, ഒരു സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘാടകരുടെ പേര് പറയാൻ കാര്യം, സംഘാടകർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയ സംവാദങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു. പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അത് നല്ലൊരു അഭിപ്രായമാണ്. അതിന് ഞാൻ ശ്ലാഘിക്കുന്നു. ഇങ്ങനെ വേണം, ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കാഴ്ചപ്പാട് വേണം. നമുക്ക് വെറുപ്പിൻ്റെ രാഷ്ട്രീയം വേണ്ട. വെറുപ്പിൻ്റെ രാഷ്ട്രീയം, മറ്റൊരു വേറെ പാർട്ടി, ഇവർ വേറെ പാർട്ടി, അവരെ വെറുപ്പ് മാത്രം സംസാരിക്കും. നമ്മൾ സ്നേഹിതർ, എല്ലാവരും സ്നേഹിതരാണ്. ഇത് ഇലക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ഒന്നിച്ച് കണ്ടവരാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. അപ്പം ഞാൻ അതിർത്തി അദ്ദേഹം പറഞ്ഞു തന്നെയാണ്, നമ്മുടെ കണ്ണങ്കേരി അതിർത്തി. എനിക്ക് പൊതുവായിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ, മാലിന്യ വിഷയം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറവിട മാലിന്യം. ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ വേസ്റ്റ് ഇരുട്ടിൻ്റെ മറവിൽ നമ്മളിൽ പലരും കൊണ്ടുപോയിട്ട് റോഡ് വക്കിൽ തള്ളുകയാണ്. പലരും ക്യാമറയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതാണ് തുടരുന്നത്. പല ജംഗ്ഷനിലും പല വഴിക്കും നമ്മൾ ചിറ്റേത്തരക്ക് പോണ വഴിക്ക്, ആ റോഡിലോട്ട് ആ പോണ വഴിക്കുള്ള സൈഡിൽ കുമിഞ്ഞോടി കിടക്കുകയാണ്. ഇത് നമ്മളിൽ പലരുടെയും വീടുകളിൽ നിന്ന് അവരവർ കൊണ്ടുവന്ന് അവിടെ തള്ളുന്ന മാലിന്യമാണ്. അതിന് വ്യക്തമായുള്ള പരിഹാരം ഉറവിട മാലിന്യ സംസ്കരണമാണ്. ശരി, അവരവരുടെ വീട്ടിൽ തന്നെ ഇതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ലളിതമായിട്ടുള്ള ഒരുപാട് സാമ്പത്തികമൊന്നും മുടക്കാണ്ടാത്ത PVC പൈപ്പ് മുതലുള്ള സംഭവങ്ങൾ ചെയ്യാവുന്ന പദ്ധതികളുണ്ട്. അതെ, അപ്പൊ ചുരുക്കമായിട്ട് പറഞ്ഞു വരുന്ന ഉറവിട മാലിന്യ സംസ്കരണം നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കുക, മാലിന്യം വലിച്ചെറിയാതിരിക്കുക, അതാണ് ഇപ്പൊ പറഞ്ഞ ഉള്ളടക്കം. അടുത്തേക്ക് പോവാം. രണ്ടാമത്, നമ്മുടെ ഇവിടുത്തെ ഈ നായശല്യം വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് നിന്ന്, ഞാൻ താമസിക്കുന്ന പാലച്ചോടാണ്, എഴുമാവൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ഒരു കസിൻ വന്നിരുന്നു. അവർ ക്ഷേത്രത്തിൽ പോയ വഴിക്ക് ഒരു 10-12 നായി ഒരുമിച്ച് വണ്ടിയിലോട്ട് ചാടി, സ്കൂട്ടറിലോട്ട് ചാടി കടിക്കാൻ ചെന്നു. പേടിച്ചവർ വീണുപോയി. അതിന് പരിഹാരം കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കിയ, കോടതി തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നായകളെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി മാറ്റി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും നടപ്പിലാവുന്നില്ല. അതിന് പരിഹാരം വേണം. അപ്പൊ തെരുവുനായ ശല്യം തുതിയൂര് നമുക്ക് ഇല്ലായ്മ ചെയ്യണം. ഒരാളും നമ്മുടെ മക്കളെ കടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കടിച്ചു, അതിന് വാക്സിൻ പോലും ഫലപ്രദമല്ലാന്നുള്ള ഒരു സങ്കടമാണ്. ഹോസ്പിറ്റലിൽ ചെന്നാൽ വാക്സിൻ ഉപയോഗിച്ചാൽ പോലും അവർ ഭീകരമായി മരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. ശരി, ഇപ്പൊ സൂചിപ്പിച്ചത് തെരുവ് നായ ശല്യം തുതിയൂർ, ഈ പറഞ്ഞ വാർഡിലും അതുപോലെ തുതിയൂർ പ്രദേശത്തും രൂക്ഷമായിട്ടുണ്ട്. അത് പരിഹരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വിഷയത്തിലേക്ക് പോവാം. നമ്മൾ സസ്യത്തിൽ നിന്ന് വരുന്ന ജലം കെമിക്കൽ വാട്ടറാണ് വരുന്നത്. ശ്രീ രാജുരാഘവൻ സംസാരിച്ച പോലെ അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ സ്റ്റഡി ചെയ്ത ആളാണ്. അതിന്റെ കൂട്ടായ്മയിലൊക്കെ അദ്ദേഹം ഉള്ളതാണ്. അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യം ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ശ്രദ്ധയെ പോലും പെടുത്തിയിട്ടുണ്ട്. ഇത് ലക്ഷങ്ങളല്ല, കോടികൾ മുടക്കി അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോടികൾ മുടക്കി. ഇത് പ്രാവർത്തികമാക്കുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് അടച്ചിട്ടിരിക്കുകയാണ്, ഇത് യൂസ് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുകയാണ്. അതിന് നമ്മൾ ജനകീയമായിട്ടൊരു സംവിധാനം, ജനങ്ങളുടെ ഒരു ഗ്രൂപ്പിന്, ഒരു 5-6 പേര് ഗ്രൂപ്പിന് ഇതിനെ വീക്ഷിക്കാൻ വേണ്ടി, അകത്തുപോയി വീക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ ഈ സംഘടനക്ക് ആയിക്കൂടെ? നമ്മുടെ സംഘടനക്ക്, എന്റെ രാഷ്ട്രീയം ഞാൻ പറയണത്, ഈ സംഘടനക്ക്, നമ്മുടെ ഈ തുതിയൂർ വോട്ടേഴ്സ് കൂട്ടായ്മ എന്ന സംഘടനയ്ക്ക് അതിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെട്ട് ഈ സെസ്സിനകത്ത് പോയി നമുക്ക് സ്വതന്ത്രമായിട്ട് ഇത് വീക്ഷിക്കാനും പരിശോധിക്കാനുള്ള അവകാശവും ഉണ്ടാക്കിയെടുക്കണം. ശരി, അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മലിനജലം ഒരു കാരണവശാലും പുറത്തേക്ക് ഒഴുകാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ ഒരു കൂട്ടായ്മ, ഈ ഒന്നിച്ച് തുതിയൂരിന്റെ ഒറ്റ കൂട്ടായ്മ, ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നും മാറിക്കാതെ ഒരേ സ്വരത്തിൽ പറയാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമുക്ക് സെപ്സിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് തന്നെ പറയും, ശക്തമായിട്ട് തന്നെ ഒരു നീക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഗ്രൂപ്പ് ഉണ്ടാക്കും, അകത്ത് പോയി സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ അടുത്ത വിഷയം വെള്ളമാണ്. കുടിവെള്ളത്തിന് എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്
നമ്മുടെ എഴുമാവിൽ മനക്ക് മുന്നിൽ ഒരു പാറമടയുണ്ട്, അമ്പലപ്പാറ, വലിയൊരു പാറമടയാണ്. അവിടെ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. ഞങ്ങൾ അവിടുത്തെ അന്നത്തെ കൗൺസിലർ നൗഷാദ് വല്ലച്ചി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. അതിന്റെ എല്ലാ സിസ്റ്റങ്ങളും റെഡിയാക്കിയിട്ട് ആരംഭിച്ചു. എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനക്കാരുടെ അനുവാദം മേടിക്കാണ്ട് ചെയ്തത്. മനക്കാരുടെ അനുവാദം മേടിക്കാൻ ചെയ്യുന്നത് അവർ ബ്ലോക്ക് ചെയ്തു, അവർ കേസ് കൊടുത്തു, അത് സ്റ്റേ ചെയ്തു. അത് നടന്നില്ല. അത് ഇപ്പോഴും അതിന്റെ വഴിയുണ്ട്. അവർ സമ്മതിക്കും. അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ തുതിയൂർ പ്രദേശത്തേക്ക് ഉള്ള കംപ്ലീറ്റ് വെള്ളം ദിവസവും കിട്ടാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ പാർട്ടി വിചാരിച്ച് നടക്കും. എനിക്കതിനുള്ള സ്വാധീനമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രം. തീർച്ചയായിട്ടും. അപ്പൊ പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ഇങ്ങനെയുള്ള പഴയ മടകളുണ്ട്, അമ്പലപ്പാറ പോലെ, കാമ്പളത്ത് പാറ പോലെയുള്ള പാറമടകളുണ്ട്. ആ മടയിലുള്ള വെള്ളം ഇപ്പോ പമ്പ് ചെയ്താൽ ഈ പറഞ്ഞ ഈ പ്രദേശത്തെ കുടിവെള്ളം പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും പറയണ്ടോ? വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടുന്ന ഭാഗം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ടാങ്കുകൾ ഇപ്പൊ ഞങ്ങളുടെ വഴിയിൽ തന്നെ പല സ്ഥലത്തും ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. അല്ല, എന്തെങ്കിലും മാതൃക ഇപ്പൊ ഇവിടത്തേക്ക് തുതീര് പ്രദേശത്തേക്ക് എന്തെങ്കിലും പരിഹാരം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? വാട്ടർ അതോറിറ്റി നമ്മൾ അവിടെ പ്രഷർ ഉപയോഗിച്ച് അവരോട് സംസാരിച്ചതിനുള്ള മാർഗം ഉണ്ടാക്കണം. നമ്മളതിന് പിന്നാലെ പോകണം. അതിന് പുറകെ പോയി സ്ഥിരമായിട്ട് ദിവസം വെള്ളം കിട്ടാത്ത സംവിധാനം. ശരി. അപ്പൊ തുതീർ പ്രദേശത്തിന്റെ വെള്ളത്തിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതൃകകളൊക്കെ പിന്തുടരുമെന്നാണ് BJP-യുടെ സ്ഥാനാർത്ഥി പറയുന്നത്. മറ്റേത് വെള്ളം അത് കൂടാണ്ട് ലഹരി, മാരകമായ ലഹരിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുതീറിനെ സംബന്ധിച്ച്. മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരാണ് ഇവിടെ ഉള്ളത്. പല സ്ഥലത്തും ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. ഈ വ്യാസവിദ്യാലയത്തിന് പുറകെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാ. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം, പേടി തോന്നും. ഭയാനകമായ മാരകമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ യുവത, നമ്മുടെ യുവാക്കൾ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ബോധമില്ലാതെ അവരെന്ത് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും എന്ത് ക്രൂരതയും ചെയ്യാവുന്ന അവസ്ഥയിലാണ്. അതിന് ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം അതിനെ നമ്മൾ അറിയിച്ച്, അധികൃതരെ അറിയിച്ച് നമ്മൾ ഓരോരുത്തരും അതിന് പുറകെ പോകണം. അപ്പൊ അതിന് മുന്നിട്ടിറങ്ങും. ശരി. BJP മുന്നിട്ടിറങ്ങും. അപ്പൊ അതോടൊപ്പം ഈ സംഘടനയും കൈകോർക്കും. സംഘടന തീർച്ചയായിട്ടും വേണം. എന്റെ പിന്നിലിരിക്കുന്ന എല്ലാവരും രാഷ്ട്രീയം മറന്ന് ഒപ്പം നിൽക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ശരി, അടുത്ത വിഷയം നല്ല ഒന്ന് തന്നെയാട്ടോ. നമുക്കറിയാം ഈ പ്രദേശത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമുക്കറിയാം. എടുത്തു പറയാതെ തന്നെ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അടുത്ത എന്തെങ്കിലും പറയണ്ടോ? മറ്റൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ കാര്യങ്ങൾ പറയാം, മറുപടി പറയാം. പിന്നെ ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. സ്ത്രീ സുരക്ഷ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ നമ്മൾ വാച്ച് ചെയ്യണം, ആൺകുട്ടികളെയും വാച്ച് ചെയ്യണം. ഈ കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു? അവർ മൊബൈലിൽ അഡിക്റ്റാണ് പലരും. അതിൽ നിന്ന് സാവകാശം അവരെ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മളൊരു ശരി. അപ്പൊ നമ്മുടെ ഇത് വീട്ടിൽ തന്നെ നമ്മളെല്ലാവരും ഒരുത്തരം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പൊതുവായിട്ട് നമ്മളെല്ലാവരും കരുതാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഒരു പൊതുവായിട്ടുള്ള കാര്യമായതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്ത വിഷയം സഞ്ചാര സ്വാധീനം. റോഡ് നന്നാക്കണം. വളരെ നന്ദി പ്രതികരിച്ചതിന്, നല്ല കാഴ്ചപ്പാട്. അപ്പോൾ ജനങ്ങള് അത് മനസ്സിലാക്കി ഈ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അവരെ കുറിച്ച് അവരുടെ കാര്യങ്ങളും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു സമയമാണ് 9-ാം തീയതി. അപ്പം അത് കൃത്യമായിട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും ആർക്കുന്നില്ല അത് നോക്കിയിട്ട് കഴിവും പ്രാപ്തിയുള്ള നിങ്ങൾ ഈ നമ്മുടെ കൂട്ടായ്മയിലെ ആളുകൾ തന്നെ 3 പേരെ, നമ്മുടെ ഈ കൂട്ടായ്മ തന്നെ പറയാം, ഇവരെല്ലാവരെയും നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുക്കുക. അത്രേ ഉള്ളൂ. 13-ാം ഡിവിഷനിലെ കരുത്തുറ്റ നല്ല ചുറുചുറുക്കുള്ള ആളുകളാണ്, തുതിയൂരിന്റെ അഭിമാനമായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. എല്ലാവരെയും നമ്മൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സുഹൃത്തുക്കളാണ് പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ആരെയൊക്കെ തെരഞ്ഞെടുക്കണമെന്നുള്ളതാണ് നമ്മൾ 9-ാം തീയതി നോക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പോരായ്മകളെല്ലാം നമ്മുടെ ഈ 13-ാം ഡിവിഷനിലെ നമ്മുടെ കൗൺസിലർമാര് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇടത് വശത്ത് തുടങ്ങും, വലത് വശത്തുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ഒരേ മനസ്സാണ്. എനിക്ക് പറഞ്ഞത് ഇത് കണ്ടോ, എല്ലാവരും ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഇതാണ് തുതിയൂരിന്റെ പ്രത്യേകത. കണ്ടോ, എല്ലാവരും നോക്കിയേ. ഓരോ സ്ഥാനാർത്ഥി വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയിലെ അംഗങ്ങളൊക്കെയാണ്, ഓരോ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ്, സ്വതന്ത്രരാണ്, BJP ആണ്, എല്ലാവരും ഉണ്ട്. ഒരേ മനസ്സോടെ ഒരു കുടുംബത്തിൽ ഒരു കുടുംബാംഗം പോലെയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. പിന്നെ മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത് നമ്മൾക്ക് നോക്കിയിട്ട് നമുക്കിപ്പോൾ അതിന്റെ കാര്യങ്ങളും എല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് ഒന്നിച്ച് കൂടിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം പേര് ഒന്ന് പരിചയപ്പെടുത്താൻ നേരത്തെ. പ്രിയപ്പെട്ട
വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ LDFൻ്റെ 13-ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. 13-ാം വാർഡിലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വടക്ക് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വടക്ക് നിന്ന് നോക്കി തെക്ക് വരെ വരുമ്പോൾ മാരിയമ്മൻ കോവിലിൻ്റെ ഭാഗത്തുനിന്ന് കടന്ന് നമ്മുടെ ഇന്ദിരാനഗർ അറ്റം വരെ വരുമ്പോൾ ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത മറ്റു വാർഡുകൾ പോലെയല്ല. നിങ്ങൾക്ക് മനസ്സിലാകും, ഈ വാർഡിൻ്റെ രണ്ടറ്റവും വടക്ക് വശമാണെങ്കിലും തെക്ക് വശമാണെങ്കിലും ഏകദേശം പരന്ന ഭൂമിയാണ്. എന്നാൽ നടുക്കോട്ട് വരുമ്പോൾ ഈ ഭൂമിയുടെ രണ്ട് വശത്തേക്കും വളരെ ഡീപ്പായ ചരിവാണ്. അപ്പം അതുകൊണ്ട് ഈ വാർഡിന് അങ്ങനെ ഒരു മറ്റു വാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വികസനം ഒട്ടും എത്താത്ത ഒരു വാർഡാണ്. ആ വാർഡിൽ നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ മനസ്സിലാകും ഒരു തരത്തിലും വികസനം എത്താത്ത ഒരു വാർഡാണെന്ന്. ഞാൻ അതിലോട്ട് കിടക്കണില്ല. എനിക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലിനജലം അത് വളരെ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് ഈ നാട്ടുകാർക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ വടക്ക് ചെല്ലുമ്പോഴത്തേക്ക് രായച്ചോട്ടൊക്കെ ആ പരിസരത്ത് അവിടെ മലിനജലം കൊണ്ട് ആ നാട്ടുകാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെ അതിനോട് സൈഡ് കെട്ടിയിരിക്കുന്ന കരിങ്കല്ല് കെട്ടൊക്കെ ഇടിഞ്ഞ് താഴെ പോയി സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ അല്പം ഒന്ന് അടുത്ത് പിടിക്കുകയാണെങ്കിൽ കുറച്ചും സൗണ്ട് ഉണ്ടാവും. ഡ്രെയിനേജ് സൗകര്യം, ഇട റോഡുകളൊക്കെ നമുക്ക് കൃത്യമല്ല എന്ന് അത് നന്നാക്കി എടുക്കേണ്ട ഒരു അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളം, അതുപോലെ കിഴക്കോട്ട് മാറിയോട് വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഡ്രെയിനേജ്, ഇട റോഡുകൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹാപ്പി വില്ല ഭാഗത്തേക്ക് ചെന്നാൽ കുടിവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം വളരെ വലുതാണ്. പടിഞ്ഞാറ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഡ്രെയിനേജിൻ്റെയും ഇട റോഡിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെയും, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചരിവായതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച വീടുകളായതുകൊണ്ട് അവിടെ കൃത്യമായ ഒരു സഞ്ചാരയോഗ്യമായ അവസ്ഥയല്ല. തെക്കോട്ട് പോയാൽ നമ്മൾ ഇന്ദിരാനഗർ കരിയല ഭാഗത്തേക്ക് ചെന്നാൽ ഏറ്റവും വെള്ളക്കെട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ്. ഒരു മഴ പെയ്ത അവിടെ ഏകദേശം 8 വീടോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, കരിയൽ ഭാഗത്ത് മാത്രം. അത്തരം ആൾക്കാരെ ഉടനെ നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിലോട്ടോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ അത് കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഏകദേശം അതിനോടനുബന്ധിച്ച് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിരം വാടകയ്ക്ക് താമസിക്കുന്ന ഏകദേശം ഒരു 38ഓളം കുടുംബങ്ങളുണ്ട്. അവർക്ക് ഇതുവരെ സ്വന്തമായി ഭവനങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ താമസിക്കുന്ന ആ കരിയൽ ഭാഗത്തുനിന്ന് കുടിവെള്ളം, അവർക്ക് കുടിവെള്ളം വലിയ പ്രശ്നം തന്നെയാണ്. ആ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, റോഡുകളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ നോക്കിയാൽ 13-ാം വാർഡിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. സാധാരണപ്പെട്ട ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കാര്യത്തിലും ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നരകയാതന അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇപ്പം സൂചിപ്പിച്ചു. കരിയിൽ കോളനി പ്രദേശത്ത് അറിയാം, ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ളതാണ്. ഈ സൂചിപ്പിച്ചതുപോലെ പള്ളിയിലേക്ക് എല്ലാ വർഷവും കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അടുത്തത് ഞാൻ അതിലോട്ട് കടന്നു വരാം. അതുപോലെ തന്നെയാണ് തുതിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നേരത്തെ 10 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, ബസ്സുകളൊക്കെ. സഞ്ചാരത്തിന് ഒരു വണ്ടിയില്ല. ഇന്ദിരാനഗറിൽ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവർ നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് ഒരു ബസ് കയറണമെന്നുണ്ടെങ്കിൽ 50 രൂപ ഓട്ടോ കാശ് കൊടുത്താൽ മാത്രമാണ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറാൻ പറ്റും. അപ്പോൾ അത്തരം നരയാതന അനുഭവിക്കുന്ന അവസ്ഥയാണ് തുതിയൂരുള്ളത് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ പരിഹാരത്തിലോട്ട് പോകുന്ന തരത്തിലോട്ടുള്ളത് അറിയാം. കൂടെ ഞാൻ ബാക്കിയുള്ള ചോദ്യങ്ങളോട്ട് ഗതാഗതത്തിന്റെ കാര്യമാണ്, ഇങ്ങോട്ടുള്ള ബസ്സിന്റെ കുറവിന്റെ കാര്യമായിരിക്കും സൂചിപ്പിച്ചത്, ആണോ? അല്ലേ? അതെ. ശരി. ഇനി എന്നെ കൊണ്ട് ചെയ്യാവുന്ന, എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന എന്ന് ഞാനൊരു ആമുഖമായിട്ട് പറയാം. വെരി ഗുഡ്. ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ 13-ാം വാർഡിന് വേണ്ടി ആദ്യം ചെയ്യണത്, ഇവിടെ 13-ാം വാർഡിന് വേണ്ടി ഞാനൊരു ഓഫീസ് തുറക്കും.
ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏകീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഓഫീസ് ഇവിടെ തുറക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വാർഡിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിജിറ്റൽ സർവേ നടത്തും. സിവിൽ പരമായിട്ടുള്ള മറ്റ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വികസനം എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഡിജിറ്റൽ സർവേ നടത്തി ഒരു എഞ്ചിനീയറിംഗ് വിങ്ങിനെ കൊണ്ടുവന്ന് ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ ആവശ്യം എങ്ങനെ ആവശ്യം ഉപയോഗിച്ച് ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു പദ്ധതി രേഖ ഉണ്ടാക്കി അത് ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ച് ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം അങ്കണവാടിയുടെ പ്രശ്നങ്ങൾ. അങ്കണവാടിക്ക് നമുക്കിവിടെ ഒരു കെട്ടിടമില്ല, അതിനൊരു കെട്ടിടം വേണം. വയോജനങ്ങൾക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഈ ഇടുങ്ങിയ കൊച്ചു വീടുകളിൽ തന്നെ പ്രായമുള്ളവർ ആ മുറ്റത്തോ അല്ലെങ്കിൽ മുറ്റത്ത് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത ആൾക്കാർ ഒതുങ്ങിക്കൂടി കഴിയണം. അവർക്ക് ഇത് അംഗനവാടിയോട് ചേർന്ന് തന്നെ എന്തെങ്കിലും ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയണം. തീർച്ചയായിട്ടും ഒരു അങ്കണവാടിയുടെ കുറവുണ്ട്. നമ്മൾ തൃക്കാക്കരയിൽ ഒരുപാട് അങ്കണവാടികൾ മിക്കവാറും ഓരോ 1, 2 വെച്ചുണ്ട് പല സ്ഥലത്തും. ഇവിടെ സ്വന്തമായിട്ട് ഒരു കെട്ടിടത്തിൽ ഒരു അങ്കണവാടി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് 12ാം ഡിവിഷനിൽ മാത്രം സ്വന്തമായിട്ടുള്ള അങ്കണവാടി ഉള്ളൂ. 13, 14 ഡിവിഷനിൽ സ്വന്തമായിട്ടുള്ള അങ്കണവാടി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നിങ്ങൾക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം 5 വർഷത്തേക്കാണ്, എനിക്ക് തോന്നുന്നു 5 വർഷത്തേക്കാണ് വാടകയ്ക്ക് സർക്കാരിൻ്റെ തുക അനുവദിക്കുന്നത്. അതിനുശേഷം സ്വന്തമായി ഒരു കെട്ടിടമില്ലെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് കുട്ടികളെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് ഒരു തരത്തിലും വീട്ടിൽ ഒതുങ്ങിക്കൂടി മൊബൈലിലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാസലഗിരി പോലത്തെ എവിടെയെങ്കിലും കൂട്ടം കൂടിയിരുന്ന് വഴിതെറ്റി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് തന്നെ കാരണം നമ്മുടെ ഈ വാർഡിൻ്റെ പ്രത്യേകതയാണ്. അത് ഏറ്റവും മുട്ടി താമസിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇന്ദിരാനഗറിലോട്ട് കടന്നു നോക്കുകയാണെങ്കിൽ ഒരുപാട് സർക്കാർ ഭൂമി അവിടെയുണ്ട്. അവിടെയൊക്കെ നല്ലൊരു ഗ്രൗണ്ട്, പിള്ളേർക്ക് കളിക്കാനും അവർക്ക് ഒന്നിച്ചു കൂടാനും പറ്റുന്ന ഒരു ഗ്രൗണ്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെയാണ് രണ്ടാമതൊരു വേറൊരു കാര്യം, SC/ST ഫണ്ട് നമുക്കിവിടെ വളരെ കൂടുതലാണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ SC/ST ഫണ്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് എവിടെയെങ്കിലും 2 കരിങ്കലും കെട്ടി ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത രീതിയിൽ പോകുന്ന സ്ഥിതിയാണ്. അതും പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നില്ല. SC/ST ഫണ്ട് നിങ്ങൾക്കറിയാം, അത് ചുമ്മാ ഇവിടെ ലാപ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കണം. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ അവിടുത്തെ വാഹനങ്ങളുടെ പരിമിതി പരിഗണിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നൊരു വികസനം എത്താതിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് തുതിയൂര് ഒരു വികസനം എത്താതിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നൊരു കണക്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും തുതിയൂരും എരൂര് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് കടക്കുന്ന വിധത്തിൽ ഒരു പാലത്തിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റിലൊക്കെ പെടുത്തിയതാണ്. എനിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം 2 കോടി രൂപ ബഡ്ജറ്റിൽ പെടുത്തി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊന്നും കൃത്യത വരാണ്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ശരി, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദ്യങ്ങളോടാണെങ്കിൽ ഞാൻ അതിന് കൃത്യമായി. ശരി, വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളിൽ ടച്ച് ചെയ്തതിന് പോയി. അങ്കണവാടിയെ കുറിച്ചും ഇപ്പൊ പറഞ്ഞ വീടിന്റെ കാര്യം, SC-യുടെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്കറിയാം ലൈഫ് പദ്ധതി ഉൾപ്പെടെ ഉള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട്. പക്ഷെ അതൊന്നും എത്തിപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, താങ്കൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ എനിക്ക് തോന്നുന്നത് സർക്കാർ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തെങ്കിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ 13ാം വാർഡിൽ ഈ കാലങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഈ നമ്മുടെ ഇന്ദിരാനഗറിലെ കരിയിൽ കിടക്കുന്ന കുടുംബങ്ങൾക്കും ഒരു ഭവനം പോലും ഈ ലൈഫ് മിഷനിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവർക്ക് സർക്കാരിന്റെ ഭൂമിയുണ്ട്, അത് ഏറ്റെടുത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് മിഷനിലൂടെ അപ്പാർട്ട്മെന്റ് പണിതുകയാണെങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരെയും സൗകര്യത്തോടു കൂടി അവരെ താമസിപ്പിക്കും. ശരി, ഈ സൂചിപ്പിച്ച കാര്യം ഞാൻ എടുത്തു പറയുന്നു. വളരെ നല്ല കാര്യമാണ്. ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് 4 ലക്ഷം രൂപ ഒരു വീട് വയ്ക്കാനായിട്ട് കിട്ടും. നമ്മുടെ തൃക്കാക്കര നഗരസഭയിൽ ഒരാൾക്ക് പോലും അത് കിട്ടിയിട്ടില്ല എന്നുള്ള ജനറൽ വിഭാഗത്തിന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 12ാം ഡിവിഷനിലെ കണ്ണങ്കേരി കോളനി അവിടെ ഒരു വീട്ടിൽ പോയിരുന്നു. 45 വർഷം 50 വർഷം മുന്നേ അവിടെ താമസം തുടങ്ങിയതാണ്. എനിക്ക് 40 വർഷം മുന്നേ അറിയാവുന്ന വീടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ആ വീട് ചോർന്നൊലിക്കുന്ന വീടാണ്. മുകളിൽ ഒരു നീല കളറിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നു. അതും
അത് വെയിൽ കൊണ്ടിട്ട് മുഴുവനും കീറി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഒരു കുട്ടി വയ്യാത്താണ്, ഷുഗറിൻ്റെ അസുഖമുണ്ട്, ഒരു ചെറുപ്പമാണ്, എന്നിട്ടും വയ്യാത്തൊരു, അവർക്ക് പോലും ഒരു വീട് വയ്ക്കാനായിട്ട് ചോർന്നൊലിക്കുന്ന വീട് അവർ കാണുമ്പോൾ ഭയങ്കര വിഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ കൗൺസിലർമാർ ജയിച്ചു വരുന്ന ആളുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ലൈഫ് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം നിൽക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട്. ഇനി നമ്മളിപ്പോൾ സംസാരിച്ച 13ാം ഡിവിഷനിലെ LDFനെ പ്രതിനിധാനം ചെയ്താൽ മത്സരിക്കുന്ന ആളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ട് ചുരുങ്ങിയ വാക്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ശരി. അപ്പോൾ 13ാം ഡിവിഷനിലെ നമ്മുടെ LDFനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആൾ സംസാരിച്ചു. അപ്പോൾ അത് ബോധ്യമായെന്ന് തോന്നുന്നു. ഇനി നമ്മൾക്ക് രണ്ടാമത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആന്റണി, അദ്ദേഹത്തിനടുത്ത് ചോദിക്കാം. ഞാൻ പേരൊന്നും എടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. ഏതായാലും നമ്മുടെ ആന്റണിയുടെ അടുത്ത് ചോദിക്കാം, എന്താണ് നമ്മുടെ ഈ 13ാം ഡിവിഷനിൽ താങ്കൾ ഒരു കൗൺസിലറായി വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രതിവേട്ട, സ്നേഹം നിറഞ്ഞ സംഘാടക സമിതി അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരങ്ങളായിട്ട് മത്സരിക്കുന്നതാണ്. ഞാൻ ഈ 13ാം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. കാരണം എനിക്കറിയാം, ഞാനൊരു 45 വർഷമായിട്ട് ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെയധികം സപ്പോർട്ടും സ്നേഹവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ 2-3 ഭവനങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാടക്കകത്ത് ഒരു പുതിയ ഭവനത്തിന് തറക്കല്ലിടുവാനായിട്ട് ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഞാനിവിടെ മത്സരിക്കാനായിട്ട്, സ്വതന്ത്രം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. ഞാൻ ഏതാണ്ട് 45ഓളം പദ്ധതികൾ എൻ്റെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ ഇത്രയും യാത്രാ ക്ലേശങ്ങളുണ്ടെങ്കിൽ, നേരത്തെ ഒരു 10 വണ്ടിയോളം ഉണ്ടായി, ഇപ്പോൾ കൃത്യമായിട്ട് ഓടുന്നത് ഒരു ബസ്സും, അതുകൂടാണ്ട് ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു വണ്ടി, ഇതാണ് ഇവിടുത്തെ ഉള്ളത്. വണ്ടിയും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള വീട്ടമ്മമാർ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ്. കാക്കനാട് നിന്ന് തുതിയൂരിലേക്ക് ഇവിടെ ഈ നമ്മുടെ ഈ സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 100 രൂപ വേണം. എന്നാൽ ഇന്ദിരാനഗറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് 180 രൂപ വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഈ തുതിയൂരിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള, അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് തുതിയൂർ കാക്കനാട് മേഖലയിലേക്ക് ഒരു ഗ്രാമവണ്ടി വിഭാവനം ചെയ്ത് ഞാൻ കൃത്യമായിട്ട് ചിത്രങ്ങളടക്കം ഞാനിതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ജലക്ഷാമമാണ്. ജലക്ഷാമത്തിന് നമ്മുടെ സാറ് നേരത്തെ അതിനെക്കുറിച്ചിട്ടൊക്കെ സൂചിപ്പിച്ചു, ഈ കോളിൻ്റെ സാന്നിധ്യമൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ ഇവിടെ ജെപിയുടെ നേരത്തെ സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജലസമൃദ്ധമാണ് തുതിയൂര്. പാറമടകൾ അവിടുത്തെ പോലെ തന്നെ ഇവിടെ വെളുത്തപാറയും അമ്പലപ്പാറയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ആ പാറയുടെ സമീപത്തായിട്ടൊരു ഊറൽ കിണർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, നേരിട്ട് ഇതിൽ നിന്ന് വെള്ളമടിച്ചാൽ പ്രശ്നങ്ങളാണ്. ഊറൽ കിണറുകൾ സ്ഥാപിച്ച് ടാങ്കിലേക്ക് ഉയർത്തി അതിന് വേണ്ട രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു പ്ലാന്റ് സംവിധാനം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇത് ഇവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് അംഗനവാടിയാണ്. നമ്മുടെ അംഗനവാടി കണ്ടാൽ ഛർദ്ദിക്കാൻ വരും. കാരണം അത്രയ്ക്ക് അസൗകര്യമുള്ള വൃത്തിഹീനമായ അംഗനവാടികളാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഈ വർഷം 43 അംഗനവാടികൾ പുതിയത് തുറന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ തൃക്കാക്കരയുടെ മുനിസിപ്പാലിറ്റിയുടെ 2ാം പകുതി നയിച്ചത് ആരാണെന്ന് നമുക്കറിയാം, നമ്മുടെ കൗൺസിലറായിരുന്നു. പക്ഷേ ഇങ്ങോട്ടൊരു അംഗൻവാടി എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെയൊക്കെ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ പറയുന്നു,
എന്നെ ഇവിടെ ഒരു കൗൺസിലറായിട്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായും ഇതിൻ്റെ 2 മേഖലകളിലായിട്ട് ഈ വാർഡിൻ്റെ 2 വലിയ വാർഡാണിത്. ഈ 2100 ചില്ലാനം വോട്ടർമാരുള്ള വലിയ വാർഡാണിത്. 2 മേഖലകളിലായിട്ട് 2 അംഗനവാടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. 2 അങ്കണവാടികൾ തുതിയൂർ പ്രദേശത്ത് ഈ ഒരു ഡിവിഷനിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അടുത്ത എനിക്കൊരു പ്രാധാന്യമായിട്ട് തോന്നിയത് ഈ തുതിയൂരിലെ ഏറ്റവും അധികം വികസന സാധ്യതയുള്ളൊരു സ്ഥലമെന്ന് പറയുന്നത് ഇന്ദിരാനഗറാണ്. ഇന്ദിരാനഗറിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ചെന്നാൽ ധാരാളം പേര് എറണാകുളത്തേക്ക് പോകുന്നതിനും അവിടുത്തെ ട്രാഫിക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മനോഹരമായ നമ്മുടെ ചിത്രപ്പുഴയും അതിൻ്റെ തീരവും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മഴവിൽ പാലവും നമ്മുടെ ബോട്ടുകൾ ഇങ്ങനെ തുടരെ പോകുന്നതിലുള്ള ആ മനോഹാരിതയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പേര് വരുന്നുണ്ട്. ആ മേഖലയെ ഈ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ സ്റ്റേജ്, മിനി പാർക്ക്, പിന്നെ തുതിയൂർ ബോട്ട് ജെട്ടിയിലെ ഒരു വാക്ക് വേ, ഒരു ഫുഡ് കോർട്ട്, ഒരു ഓപ്പൺ ജിമ്മ്, ടോയ്ലറ്റ്, ഒരു സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്റ്റേജ് എന്നിങ്ങനെ കളിസ്ഥലങ്ങളടക്കം ഒരു മിനി പാർക്ക് അടക്കമുള്ള അതിമനോഹരമായ ഒരു കാര്യമാണ് ഞാനിവിടെ ഈ എൻ്റെ പുസ്തകത്തിൽ AI സംവിധാനത്തിലൂടെ ഞാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇവിടെ നമുക്ക് ഇപ്പം നേരത്തെ പ്രിയങ്കരനായ ബൈജു ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ഇവിടെ ഒരു ഓഫീസ് തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ ബേസിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഞാൻ നോമിനേഷൻ കൊടുത്ത അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ റൂം എന്നെ കാണിച്ചു തന്നു. അവിടുത്തെ ഒരു ക്യാബിൻ എനിക്ക് ഇവിടുത്തെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാവും. ആ ഓഫീസ് പ്രവർത്തിക്കുന്ന കൃത്യമായിട്ട് പ്രവർത്തന സജ്ജമായിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് പൊതുജനങ്ങൾക്ക് വാർഡ് കൗൺസിലറിൽ നിന്ന് ആവശ്യമായ സേവനങ്ങളും ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീക്ക് മീറ്റിംഗ് കൂടുന്നതിനോട് വലിയൊരു പ്രശ്നമാണ്. കുടുംബശ്രീക്ക് മീറ്റിംഗ് കൂടുന്നത് അവർ 1000-2000 ഒക്കെ കൊടുത്തിട്ടാണ് മീറ്റിംഗ് കൂടുന്നത്. അതിനൊരു സൗകര്യം ഇവിടെ ഉണ്ടാകും. നേരത്തെ ഇവിടെ പറഞ്ഞ പാർപ്പിടവുമായി ബന്ധപ്പെട്ട പ്രശ്നം, തുതിയൂര് സർക്കാർ തരിശുകളിൽ സമൃദ്ധമാണ്. വെള്ളം പോലെ തന്നെ സർക്കാർ തരിശുകളിൽ സമൃദ്ധമാണ് തുതിയൂര്. ആ സർക്കാർ തരിശ് സമൃദ്ധമായ തുതിയൂർ എന്നിട്ടും ഒരു അങ്കണവാടി ഇല്ല. അത് ഞാൻ പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ആര് കൗൺസിലർ ആയാലും ആ കൗൺസിലർ ചലിക്കുന്ന കൗൺസിലർ ആയാലും മാത്രമേ വികസന പ്രവർത്തനങ്ങളോട് വരുള്ളൂ. അല്ലാതെ നമുക്ക് എന്താ പറയുന്നത് വലിയ ഗ്ലാമറൊന്നും ഓക്കെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതല്ല, ഒരു പുനരധിവാസ പദ്ധതി ഇവിടെയുള്ള ധാരാളം ആയിട്ട് വാടക താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ധാരാളം സർക്കാർ തരിശുള്ള ഈ സ്ഥലത്ത് നിന്ന് അവിടെ ഒരു ഫ്ലാറ്റ് സംവിധാനം സർക്കാരിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്നും വിഹിതങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോകും. ശരി, പിന്നെ ഓക്കെ. അടുത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ പ്രാണിപ്പിക്കുന്ന പ്രശ്നമാണ് കരിയിൽ കോളനിയിലെ പ്രശ്നം. 2018 മുതൽ അവിടെ വെള്ളം കയറും. ആഘോഷമായിട്ട് അവരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കും. ശരി, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പദ്ധതികളുണ്ട്. വർഷങ്ങളായി മഴക്കാലത്ത് വെള്ളം കയറി തുതിയൂരിലെ സ്കൂളിലേക്ക് പുനരധിവാസത്തിനായിട്ട് കൊണ്ടുവരുന്ന ഇവർക്ക് കൃത്യമായിട്ട് 7 വീടുകളായുള്ളത് അവിടെ. ആ മുങ്ങുന്ന 7 വീടുകൾക്കും കുട്ടനാട് മാതൃകയിൽ ഉയർത്തി തറ ഉയർത്തിയല്ല, ശരി, ഈ രീതിയിൽ ഉയർത്തി വെള്ളക്കെട്ടില്ലാതെ അതും കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്. ഇവിടുത്തെ ലയൺസ് ക്ലബ്ബ് പോലെയുള്ള സംഘടനകൾ അവരുടെ ഫണ്ടിങ് ഏജൻസി ആയിട്ട് അവരെ ഉപയോഗിക്കാം. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഗുണഭോക്തൃ വിഹിതമായിട്ട് എടുക്കാം. അതുകൂടാതെ CSR ഫണ്ട് ധാരാളമുള്ള തൃക്കാക്കര മേഖലയിൽ ഇതിന് CSR ഫണ്ട് ലഭിക്കുമെന്ന് എനിക്കുന്നുണ്ട്. കൃത്യമായിട്ട് 5 വർഷത്തിനുള്ളിൽ ഈ 7 വീടുകളും കൃത്യമായിട്ട് പണിയും. 5 വർഷത്തിനുള്ളിൽ കൈക്കൊള്ളിനുള്ള വീടുകളൊക്കെ പുനർനിർമ്മിക്കുന്നു പറയുന്നു. നമുക്ക് സ്പീഡിൽ പറയണം. മഴ ചെറുതായിട്ട് ചാരി തുടങ്ങി. മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം ചാത്രാഞ്ചിറ തോടുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് പദ്ധതിയുണ്ട്. അതിന്റെ ചാത്രാഞ്ചിറ തോടില് കൃത്യമായിട്ട് 2 സൈഡും താഴെയും കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം
മലിനജലം പുറത്തേക്ക് ഒഴുകാതെ കിണറുകളിലേക്കും കൃഷിഭൂമിയിലേക്കും ഒഴുകാതെ അത് രണ്ട് സ്ഥലം റീടേണിംഗ് വാൾ ചെയ്തിട്ട് സെന്ററിലൂടെ വെള്ളം ഒഴുകും. ഒപ്പം ഒരു അല്ല അപ്പോഴൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി കൂടി ഉണ്ട് അതിനുള്ളിൽ. മലിനജലം വരാൻ പാടില്ലല്ലോ. അല്ല പറയട്ടെ, ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെയാണ്. അതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്നറിയോ? അതിനുശേഷം ചെയ്യുന്നത് ഈ അവിടെ നിന്ന് തുടങ്ങുന്ന ഉറവിട മാലിന്യം എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൃത്യമായിട്ട് അവിടെ വെച്ച് കൃത്യമായിട്ട് ക്ലിയർ അല്ലാത്ത ഒരു വെള്ളം പോലും ഇങ്ങോട്ട് ഒഴിക്കാനായിട്ടുള്ള സംവിധാനം. അടുത്തായിട്ട് ഈ ടർഫ് 5 വർഷത്തേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ടർഫ് ഇതിന്റെ ആള് ഏറ്റെടുക്കും. അപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇവിടെ കളിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇന്ദിരാനഗറിലുള്ള 98 സെന്റ് സ്ഥലം തരിശ് കിടക്കുന്നുണ്ട്. അവിടെ ഫുട്ബോളിനും അതുപോലെ തന്നെ വോളിബോളിനും ഒക്കെ സൗകര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്പോർട്സ് സമുച്ചയം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൊണ്ട് തന്നെ നടപ്പാക്കാൻ സാധിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു മിനിറ്റ്, ഇത് പ്രകടന പത്രികയല്ല, എല്ലാവർക്കും സംസാരിക്കണം. എന്നോട് ഈ പരിപാടിക്ക് വിളിച്ചപ്പോ ഒരു സ്ഥാനാർത്ഥിക്ക് 2 മിനിറ്റ് എന്ന് പറഞ്ഞു. ശരിയാണോ? പറഞ്ഞിരുന്നു. അപ്പൊ എന്തറിയോ, ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ഒരുപാട് നീണ്ടു പോകാതെ അവസാനിപ്പിക്കാം. ശരി, തോമസ് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. എല്ലാവരും തിരക്കുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ശരി, തുതിയൂർക്കാരന്റെ അഭിമാന വിഷയമാണ് തുതിയൂർ അരൂർ പാലം. തുതിയൂർ അരൂർ പാലം ഇപ്പോൾ അതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് 95 കോടി രൂപയാണ്. 95 കോടി രൂപയ്ക്ക് ഇവിടെ ഒരു ആളുകൾ വന്നു, ഇവിടെ ഏത് സർക്കാർ വന്നാലും പാലം പണിയില്ല. അവിടെ 5 കോടി രൂപയ്ക്ക് ചെറിയ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, പൂർണ്ണമായിട്ട് പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത ആള്. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. മഴ വരുന്നു. നമ്മുടെ 2020 സ്ഥാനാർത്ഥി ജെയിംസ് ചേട്ടൻ സംസാരിക്കുന്നു. ഒന്ന് ചുരുക്കി പറയുക. മഴ വരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയൂ. സ്വതന്ത്ര അല്ല ഉണ്ട് പറയണം. പക്ഷെ മഴ വരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ടു മഴ. ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു അല്പസമയം നമുക്ക് കൊടുക്കാം. വേണം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മൾ മഴ അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല, ശരിയാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ടല്ലോ, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ മഴ വരുന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് ഇടപെട്ടത്, ക്ഷമിക്കുക. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ചുരുങ്ങിയ വാക്ക് കേട്ടോ, ചുരുങ്ങിയ വാക്ക് വളരെ ചുരുങ്ങി. ഇവിടെ താമസ സൗകര്യത്തിന് ഫ്ലാറ്റ് സമുച്ചയം പണിയുമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഗ്രീൻ സോൺ നിലനിൽക്കെ ഇതെങ്ങനെ സാധ്യമാകും ഒന്ന് പറഞ്ഞാൽ നടക്കുള്ളൂ. അത് ചോദിച്ചത് വളരെ നല്ലൊരു ഇത് തന്നെയാണ്. ഒരു ഗ്രീൻ സോൺ ആയതുകൊണ്ട് 50% നമുക്ക് പറ്റുള്ളൂ. 3 സെന്റ് കാരണം 1.5 സെന്റ് കെട്ടിടം പണിയാൻ പറ്റുള്ളൂ, 5 സെന്റ് 2 സെന്റ് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെങ്ങനെ പണിയും എന്നൊരു ചോദ്യമാണ്. ബഹുമാനായ നമ്മുടെ കൗൺസിലർ, ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തില് ഗ്രീൻ സോൺ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം നൽകിയിട്ട് നടന്നിട്ടുണ്ടെന്ന് ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് അറിയാനായിട്ട് ഒരു സംശയവും വേണ്ട. ചന്ദ്രബാബു അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും നടത്തിയിട്ടുണ്ട്. അതിവിടെ ഗ്രീൻ സോണ് സമീപകാലത്ത് മിക്കവാറും LDF സർക്കാർ മാറുന്നതിന് മുൻപ് അതിന്റെ ഒരു പ്രഖ്യാപനം. അടുത്തൊരു ചോദ്യം ചോദിക്കാം. ചന്ദ്രബാബുയുടെ ഗ്രീൻ സോണിന്റെ പ്രവർത്തനം LDF പ്രവർത്തനം അതൊക്കെ ചെയ്യും. ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ അംഗൻവാടി ഏറ്റവും വൃത്തിഹീനമായെന്ന് പറഞ്ഞ് ഏറ്റവും വളരെ തെറ്റായി പോയത്. ഇവിടുത്തെ ഏത് അംഗൻവാടിയാണ് വൃത്തിഹീനം പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്. സൗകര്യത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ മലയാളം പറയാതിരിക്കുന്നത്. വൃത്തിഹീനം എന്ന് പറഞ്ഞത് നമുക്കൊരു കാരണവശാൽ അംഗൻവാടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ പോകുന്ന ഒരു ഇടമാണ്. അപ്പൊ ഒരു കാരണവശാൽ അങ്ങനെ വരാൻ പാടില്ല. സൗകര്യത്തിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അതിനകത്ത് വ്യക്തത വന്നു. അടുത്തത് നമുക്ക് ജെയിംസ് ചേട്ടൻ ഒന്ന് പറഞ്ഞോളൂ. ബഹുമാന്യ സംഘാടക സമിതി അംഗങ്ങളെ, ഇവിടെ ഈ പ്രോഗ്രാം ചെയ്ത് പ്രതീക്ഷിച്ചിട്ട ഇവിടെ സന്നിധരായി മഴയത്തും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യ, നമ്മൾ വളരെയധികം ആധികാരികമായിട്ട് ഇന്ന് ഈ ചർച്ചയിൽ വന്നത്, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇങ്ങനെയുള്ള ചർച്ചകൾ വരേണ്ടത് ആവശ്യകതയാണ്. രാഷ്ട്രീയ പ്രീതമല്ലാതെ
നമുക്ക് ചർച്ചകൾ നടത്തേണ്ടത് ഈ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി നമ്മുടെ കാലം ഒത്തിരി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാടിന് പ്രത്യേകിച്ച് തുതിയൂരിന് എസ്പെഷ്യലി നമ്മുടെ 48 വാർഡുകൾ, മുനിസിപ്പാലിറ്റിയുടെ 48 വാർഡുകളിൽ ഒത്തിരി മോശമായ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളുള്ളത് നമ്മുടെ ഈ 3 വാർഡുകളാണ് കൂടുതലും. കാരണം വളരെയധികം പാവപ്പെട്ട മനുഷ്യരും അത്യാവശ്യം ജീവിച്ചു പോകുന്ന സാധാരണക്കാരാണ് അവിടെ ഉള്ളത്. അതിനകത്ത് ചെറുതായിട്ട് മഴ വരുന്നുണ്ട്, നമുക്ക് ഈ ഷെഡിലേക്ക് ഇരിക്കാം കേട്ടോ. ആ തോടിൻ്റെ സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്. അത് സൈഡ് ഭിത്തി കെട്ടി കോൺക്രീറ്റ് കെട്ടി 8-10 ഇഞ്ച് തിക്നെസ്സുള്ള കോൺക്രീറ്റ് കെട്ടി അടി മുഴുവനും കോൺക്രീറ്റ് കെട്ടി ആ വെള്ളം ഒരിക്കലും ആ ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ പാടില്ല. ഭൂമിയുടെ അടിയിലേക്ക് പോയാലുള്ള പ്രശ്നം ആ ഭൂമിയിൽ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ഈക്കോളിൻ സാന്നിധ്യവും കെമിക്കൽ സാന്നിധ്യവും വന്നു കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളം ഭയങ്കര പോയിസൺ ആവും. ആ കുടിക്കുന്ന വ്യക്തികളും ഒക്കെ ഒത്തിരി ബോഡി ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വില കൊടുത്താണേലും അവിടെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ തുടക്കം, ഉത്ഭവം, അതെങ്ങനെ അത് അവിടെ വീഴാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റി ആ ജനങ്ങൾക്കോ ഈ നാടിനോ. നമ്മുടെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഈ ചാത്തനഞ്ചിറ തോടും ഈ കാളച്ചാൽ തോടുമാണ്. അതിൻ്റെ നടുക്ക് കിടക്കുന്ന ഈ തുതിയൂർ പ്രദേശം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുതിയൂരൊക്കെ ഇപ്പോൾ ICU എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോയിസൺ വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ചിറയിലുള്ള വെള്ളം വളരെയധികം ഫിൽട്ടർ ചെയ്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കാരണം ഇത്രയും കൊല്ലം നടക്കാതിരുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലാതിരുന്നതാണ്. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം നൽകി നമുക്ക് ഈ വാർഡ് സഭാംഗങ്ങളുടെ മേലധികാരികളെല്ലാം നമ്മുടെ ഇവിടെയുള്ള പ്രധാനികളെയൊക്കെ ചേർത്തുകൊണ്ടിട്ടുള്ള ഒരു വാർഡ് സഭാ കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്നും ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഒത്തിരി ഐഡിയാസ് ഉള്ളവരെ വെച്ചുകൊണ്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിലെല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നല്ല നല്ല വിദ്യാഭ്യാസമുള്ളവരും യുവാക്കളും എല്ലാവരും പങ്കെടുത്തുള്ള ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ ഏറ്റവും പ്രധാനം വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അത് കഴിഞ്ഞ് നമുക്ക് കാണുന്നത് ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സർക്കിളാണ് വരേണ്ടത്. റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ബസ്സുകളായിരിക്കും നല്ലത്. ഇരുമരുന്ന് വരുന്ന വണ്ടികൾ ഇതിലേക്ക് കയറി കറങ്ങി പോകുന്ന രീതി. കാരണം നമ്മുടെ ഈ തുതിയൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വേ ട്രാഫിക്കാണ്. ഈ തിരിച്ച് ഒരു സ്ഥലത്തേക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നത് കൊണ്ട് ഈ ബസ്സുകാർക്കൊക്കെ നഷ്ടമാണ്. നമുക്കറിയാം ഏതൊരു സ്ഥാപനങ്ങളും എന്ത് കാര്യങ്ങൾ ചെയ്താലും ബോട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അതെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകും. ഇപ്പോൾ ബസ് റൂട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏതായാലും ഗതാഗതം ആണ് പ്രശ്നം. അതിന് സൊല്യൂഷൻ ഈ സർക്കുലർ ബസ്, കുട്ടി ബസ്സുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പേര് റെസ്പോൺസ് ഇല്ലാണ്ട് തന്നെ അതിലെ ഒന്ന് പോകാനുള്ള രീതിയിൽ ആ റോഡിന് എന്തെങ്കിലും വൈഡനിങ് ഒക്കെ ചെയ്ത് ചെറിയ ബസ്സുകൾ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്ദിരാനഗർ ഭാഗത്തേക്കുള്ള അവിടെ സ്റ്റാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ആ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക. അതനുസരിച്ച് കൂടുതൽ ആൾക്കാർ നമ്മുടെ തുതിയൂർ ഭാഗത്തൂടെ കറങ്ങിയോ പോകുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ സഞ്ചാരം വരുമ്പോൾ കൂടുതൽ ബസ്സുകളും ഈ ബോട്ടുകളും വാട്ടർ മെട്രോയൊക്കെ വരാനുള്ള സാധ്യതകൾ തെളിയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നുള്ള പാലം, തുതിയൂർ എരൂർ പാലം, ആ പാലത്തിൻ്റെ നിലവിൽ ഇപ്പോഴും അതിൻ്റെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പാലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തും. താൽക്കാലികമായിട്ടാണെങ്കിൽ അതിലെ സൈഡിലുള്ള ആ പ്രദേശങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അടുത്ത വിഷയം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ മുനിസിപ്പാലിറ്റി ബേസ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് എത്താൻ വലിയ പാടാണ്. അപ്പോൾ ദീർഘദൂര ബസ്സുകളുടെ ഒരു പ്രതിസന്ധി നമ്മൾ ഇപ്പോഴും കണക്ടിവിറ്റി വേണം. എന്തോ കണക്ടിവിറ്റി വേണം. അപ്പോൾ അത് വന്നാലാണ് ഇപ്പോൾ ബാംഗ്ലൂർ നമ്മുടെ കുട്ടികളൊക്കെ ഒത്തിരി ദൂരെ പോയി പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവരൊക്കെ ഒത്തിരി ദൂരെയാണ്. അപ്പോൾ അവർക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബസ് ടെർമിനൽ കാക്കനാട് വരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കിവിടെ ശൗചാലയങ്ങൾ ഇല്ല. സ്ത്രീകൾക്കോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ ഒരു സാധാരണ വേണ്ടിയിട്ട് എന്താണ് ശൗചാലയം? ശൗചാലയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇവിടെ പബ്ലിക്കായിട്ട് പോകുന്ന ഒരു കാലം കഴിഞ്ഞു. അപ്പോൾ അത് ഏത് രാജ്യത്തും ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അതിന് നമുക്ക് അത് മുനിസിപ്പാലിറ്റിയോട് ആലോചിച്ച് അത് മറ്റുള്ള പല സ്ഥലങ്ങളിൽ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമായിട്ട് ഇവിടെയും മാറ്റേണ്ട ആവശ്യമുണ്ട്. പിന്നെയുള്ളത് കുടിവെള്ള സംവിധാനമാണ്.
കുടിവെള്ളം എന്ന് പറയുമ്പോൾ 80 കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടാണ് ഈ കാലഘട്ടം മുഴുവൻ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിന് യാതൊരുവിധ ബദൽ സംവിധാനങ്ങളില്ല. അപ്പോൾ നമ്മൾ പെരിയാറിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അതൊരു ദുരന്തമാണ്. കാരണം എന്തെങ്കിലും നമ്മുടെ മുണ്ടക്കൽ പോലെയുള്ള ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പെരിയാറിനെ കണക്ട് ചെയ്യാനുള്ള ഒന്ന് ചുരുക്കി പറയാം എല്ലാവർക്കും ഒരുപാട് ഇനിയും സംസാരിക്കാനുള്ളതുണ്ട്. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് നടത്താത്ത വീടുകൾ, ഒത്തിരി വീടുകൾ ഇവിടെ പാവപ്പെട്ട ആൾക്കാർ കണ്ണീരോടെ ജീവിക്കുന്നവരുണ്ട്. എനിക്കറിയാം, ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഈ എല്ലാ വീടുകളിലും ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരോടെയാണ് ജീവിക്കുന്നത്. അവർക്ക് സാങ്കേതികപരമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അവരുടെ പേപ്പറിൻ്റെയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള വീടുകളെ ഇവിടുത്തെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഓരോ വീടുകളും വളരെ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ മെയിൻ്റനൻസ് നടത്തി അതെല്ലാം പൂർത്തീകരിച്ച് അവർക്കൊക്കെ മഴവെള്ളം വീഴാതെ കിടക്കാനുള്ള ഒരു സംവിധാനം എത്രയും വേഗം ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ കുട്ടികളെ, വിദ്യാഭ്യാസം ഉള്ള കുട്ടികളെയൊക്കെ ആ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറ്റുക എന്നുള്ളതാണ്. കാരണം അത്ര ഓപ്ഷൻസും അവസരങ്ങളും അത് ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്. പിന്നെ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ ആധികാരികമായിട്ട് ഇടപെട്ടതാണ്. മാലിന്യ സംസ്കരണത്തിൽ ഞാൻ തന്നെ ഒരു വലിയ ഇൻഡോറിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവന്ന് ഒത്തിരി പ്രോഗ്രാം നടത്തിയിട്ടുള്ള, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. പക്ഷെ 110 ഏക്കർ സ്ഥലമുള്ള ഈ സ്ഥലത്ത് മുനിസിപ്പാലിറ്റി ആദ്യം തോമസ് പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ഇട്ടിട്ട് ഇപ്പം മുനിസിപ്പാലിറ്റി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഗന്ധം കൊണ്ട് ആൾക്കാർ ഓടുകയാണ്. ആ മുനിസിപ്പാലിറ്റി അകത്തുപോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി ഈ മാലിന്യ നിരത്തി തന്നെ ഈ പറഞ്ഞ ബ്രഹ്മപുരത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ശരി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇൻഡോർ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ MD ഉൾപ്പെടെ നേരിട്ട് കൊണ്ടുവന്ന ട്രാക്കിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നഗരസഭ അവിടെ കൊണ്ടുവന്ന് കൗൺസിൽ ഹാളിൽ വരെയും അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് പരിപാലിക്കുന്നത്, എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു. ഗ്രന്ഥശാല നവീകരണം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഗ്രന്ഥശാല. അത് മാക്സിമം അത് ഒരു ഹൈഫൈ രീതിയിലുള്ള ഗ്രന്ഥശാല തുതിയൂർ വേണം. അത് നമ്മുടെ അതിന്റെ നവീകരണത്തെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വൈഫൈ സംവിധാനങ്ങള്, അവർക്ക് കളിക്കാനുള്ള കളിക്കളങ്ങള്, അതുപോലെ തന്നെ അവര് പഠിക്കാനുള്ള അവർക്ക് ഫ്രീ ആയിട്ടുള്ള വൈഫൈ സംവിധാനം, അതൊക്കെ നമുക്ക് അങ്ങനെ ഒരുക്കാൻ ശ്രമിക്കും. അതെ. പിന്നെ അടുത്തത്, പിന്നെ നമ്മളിവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഗ്രീൻ സോണാണ്. ഗ്രീൻ സോണിൽ വന്നുകൊണ്ട് നമ്മുടെ ഇവിടെ മൊത്തം ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ ഗ്രീൻ സോണിന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പോൾ ഗ്രീൻ സോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തുതിയൂർ എന്ന് പറഞ്ഞാൽ ഒരു നിധിക്കോട്ടയാണ്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം മുഴുവനും ഈ ചുറ്റും 6 കിലോമീറ്റർ ദൂരത്തിൽ സറൗണ്ട് മുഴുവനും ഈ ഭൂപ്രദേശങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഏതായാലും ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവന്നാൽ ഈ തുതിയൂര് മൊത്തം മാറി ഇതൊരു മിനി സിംഗപ്പൂരാക്കി മാറ്റാനുള്ള സംവിധാനം, കാരണം അത്രയ്ക്ക് മാത്രം സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്. ഒത്തിരി ആൾക്കാർക്ക്. അപ്പൊ അതിനെ കുറിച്ച് ഞാനൊന്ന് പറയുവാണ്, ഇടപെടുവാണ്. നമ്മുടെ ഗ്രീൻ സോണിന്റെ കാര്യം പറഞ്ഞ് തുതിയൂരിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ്. നമ്മളൊരു 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 1.5 സെന്റിലെ കെട്ടിടം പണിയാൻ പറ്റൂ. 2 വീടിന് പെർമിറ്റ് കിട്ടില്ല. സാധാരണക്കാരൊരു വീട് പണിയാൻ പോയാൽ ഗ്രൗണ്ട് പണിത് നമ്മൾക്ക് താമസിക്കാനും മുകളിൽ കൊടുത്ത് വാടകയ്ക്ക് കൊടുത്ത് ലോൺ തിരിച്ചടക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരു വീടിന് നമ്പർ കിട്ടൂ, 1-ൽ കൂടുതൽ കിട്ടില്ല. 3 സെന്റ് കാരണം 1.5 സെന്റിലെ പണിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്നേ എടുത്ത് മാറ്റേണ്ടതായിരുന്നറിയോ? 2007 സ്ട്രക്ചർ പ്ലാൻ ആയിരുന്നു, അതാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സ്ട്രക്ചർ പ്ലാനിൽ മാറ്റം ഉടൻ തന്നെ അടുത്ത വർഷം ഒരു ജൂണിന് മുന്നേ ഈ സ്ട്രക്ചർ പ്ലാനിൽ നമ്മുടെ തൃക്കാക്കരയിലെ ഗ്രീൻ സോൺ മൊത്തമായിട്ട് മാറ്റുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം സോൾവ് ആവും. പിന്നെ അല്ല, നർക്കോട്ടിക്കും എക്സൈസും പോലീസും ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ടൂർ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ആധികാരികമായിട്ട് ഒത്തിരി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി നിരന്തരമായിട്ട് ഡ്രാഫ്റ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഇനിയും അതിന്റെ പുറകെ ഉണ്ടാവും. അതിനുള്ള സംവിധാനങ്ങൾ. ശരി, ഓക്കെ. അപ്പം വളരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ 2020 സ്ഥാനാർത്ഥിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ചുരുങ്ങിയ വാക്കുകൾ ചോദിക്കൂ. എൻ്റെ പേര് ശ്രീകുമാർ. എൻ്റെ സുഹൃത്തുക്കളാണ് ഈ 5 പേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്കൊരു കാര്യം പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ വന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പം എല്ലാവരും സുഹൃത്തുക്കളാണ്, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പെടുന്ന ആളുണ്ട്. എല്ലാവരും ആ സൗഹാർദ്ദം, ആ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഇവരെല്ലാവരും സംസാരിച്ചിട്ടുള്ളൂ. ആ കൂട്ടായ്മയില് എനിക്കും പങ്കെടുക്കാൻ പറ്റിയത് അതിയായ സന്തോഷമുണ്ട്. ഞാൻ 93-ലാണ് ഇവിടെ വരുന്നത്.
അന്ന് 7 ദിവസവും ഇവിടെ കുടിവെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാക്കനാട് എറണാകുളം ജില്ലയിലെ ആദ്യമായിട്ട് 5:30 ഒരു ട്രിപ്പ് തുടങ്ങുന്നത് തുതിയൂരിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് തുടങ്ങുന്നത്. രാത്രി 9:30 ട്രിപ്പ് അവസാനിക്കുന്നത്. ശരിക്കും ഇവിടെ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭരണകർത്താക്കളും നമ്മുടെ നാട്ടുകാരുടെയും കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഈ ഒരു സാഹചര്യം, കുടിവെള്ളത്തിന്റെയും രണ്ടെണ്ണത്തിന്റെ സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അവരുടെ 5 പേരുടെയും പ്രകടന പത്രികയിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണിത്. അതാണ് ഞാൻ ഇവിടെ ഓമരയായിട്ട് എടുത്തതിന്റെ കാര്യം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ്. ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 5 പേരും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള നിവാസികളെല്ലാം കൂടെ ഒരു കൂട്ടായ്മയിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും LDF മാറ്റങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്, ഇത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ 13ാം വാർഡിലാണ് 5 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതുപോലെ പുതുതായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി 2020. ഈ തൃക്കാക്കര നഗരസഭയിലാണെങ്കിൽ LDF UDF ആണ് ഒരു ഭരണം നിലനിന്നിരുന്നത്. ഇത് എന്തെങ്കിലും കാരണവശാല് ഒരു തൂക്കു ഭരണം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ LDF-നെ UDF-നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരന്നെങ്കിൽ അതിനകത്തെ ഭാഗങ്ങളാണ്. ഇവർ 3 പേരുടെയും നിലപാടുകൾ എന്താണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ വിജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് അവരുടെ നിലപാട് അറിയാനായിട്ട് തീർച്ചയായും ആഗ്രഹം ഉണ്ടാകും. അത് അവിടെ ചെല്ലുമ്പോൾ മറ്റ് കക്ഷികളുടെ ഭാഗമാകോ അതോ നമ്മുടെ പേര് കൂട്ടായ്മ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടായ്മയിൽ ചർച്ച ചെയ്തിട്ട് നമ്മളുടെ ഇവിടത്തുള്ള തുതിയൂർ പ്രദേശത്തെ ആളുകളുടെ അഭിപ്രായങ്ങളും അറിഞ്ഞിട്ട് ആ ഒരു തീരുമാനമെടുക്കുമോ? അത് നമ്മുടെ എന്ത് പറയുന്നു? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 45 പദ്ധതികൾ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ ഈ പദ്ധതികൾ അംഗീകരിക്കുന്ന ആരാണോ അവരെ ഞാൻ പിന്തുടരും. എൻ്റെ പദ്ധതിയല്ല, ഈ ജനങ്ങളാണ് പറഞ്ഞോളൂ, കേട്ടോളൂ. ഈ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഈ പദ്ധതി അംഗീകരിക്കുന്ന ആരാണോ അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനമായിരിക്കും അത്. പക്ഷേ ഇതെന്റെ തീരുമാനമല്ല. ഇവിടുന്ന് വിജയിച്ചു കഴിയുമ്പോൾ ഇവിടെ എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടും. എനിക്ക് വോട്ട് ചെയ്ത ആളുകളെയും വോട്ട് ചെയ്യാത്ത ആളുകളെയൊക്കെ വിളിച്ചു അല്ല, ഇവിടെ വിളിച്ചു കൂട്ടിയതിന് ശേഷം അവരെന്ത് പറയുന്നു, അവർ പറയുന്ന തുതിയൂരിലെ 13ാം വാർഡിലെ ജനങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാൻ. കേട്ടല്ലോ എല്ലാവരും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു പോകുമ്പോൾ ഒരു കക്ഷിയുടെ ആളായിട്ടല്ല പോകുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളുടെ തീരുമാനം, ഈ വോട്ടർമാരുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ടേ അതിന് അടുത്ത പിന്തുണ മറ്റുള്ള കക്ഷികൾക്ക് പിന്തുണ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയൂ. ശരിയാണോ? ശരിയാണ്, സമ്മതിച്ചു. അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് കയറി ചിറ്റേത്തുകരയുള്ള ബോട്ട് ചട്ടിയിൽ ഇറങ്ങി മെട്രോയുടെ തന്നെ ബസ്സിൽ കയറി ഈ പറയുന്ന യാത്രാക്ലേശത്തിന്റെ പകുതിയിലേറെ ഭംഗിയായി പരിഹരിക്കാൻ പറ്റും. ഒറ്റ സൊല്യൂഷൻ, ആ വരുന്ന വാട്ടർ മെട്രോയുടെ ബോട്ട് വളരെ, അതായത് ഏറ്റവും കൂടുതൽ സൗകര്യമായിരിക്കും അത്. ആ സ്ഥലത്ത് നിന്ന് ഒരാൾ ബസ് കയറി വൈറ്റില എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാക്കനാട് നിന്ന് അടുത്ത ബസ് പിടിച്ച് നിങ്ങൾ അവിടുന്ന് കാക്കനാട് എത്തുന്ന സമയം കൊണ്ട് വാട്ടർ മെട്രോയിൽ വൈറ്റില എത്താൻ പറ്റും. ഈ ആര് മുൻകൈ എടുക്കുന്നു? എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ എല്ലാവരോടും കൂടെ പറയുകയാണ്. അഞ്ചര ചോടിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു. പക്ഷെ അതിന് അതിവിപുലമായ മറ്റൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് റീടൈൻ ചെയ്ത് ഈ പറഞ്ഞതുപോലെ വാട്ടർ പെർക്കുലേറ്റ് ചെയ്യാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇത് സിലിക്കൺ വാലിയാണ്. കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ കൂടി, ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നടന്നുല്ലസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ചാത്തനാഞ്ചിറ തോടിൻ്റെ 2 വശവും ബ്യൂട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ജെയിംസ് സാർ പറഞ്ഞ പോലെ സിംഗപ്പൂരിലെ ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന മാതിരി അതിനെ മോഡിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ഭൂമി സംവിധാനങ്ങൾ, ഇതെല്ലാം ഇതിനോട് ആൻസിലറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ, ജനപ്രതിനിധികളെന്നുകൾ, നിങ്ങൾ ജയിച്ചു വരുന്ന ആരായാലും ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഉയർത്തുക. ബ്യൂട്ടിഫൈ. ഈ സീറ്റ് എന്ന പാർട്ടിയോടും എൻ്റെ നേതാക്കന്മാരോടും നന്ദി പറയണം. കാരണം ഞാനിതുപോലെ പൊതുവേദിയിലൊന്നും സംസാരിച്ചിട്ടില്ല. പ്രസംഗത്തിൽ ഭയങ്കര പിന്നിലാണ്, പ്രസംഗിക്കാൻ കഴിയൊന്നുമില്ല. അതൊക്കെ പഠിക്കാം നമുക്ക്. അല്ല, പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. കറക്റ്റ്. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വേദി ഒരുക്കുക പീറ്റർ കാർലോസ്, റാഫേലി,
കൂടാതെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യണ പ്രദീപ് ഏട്ടൻ, നമുക്ക് ഒത്തിരി പരിചയമുള്ള പ്രദീപ് ഏട്ടന്, എല്ലാ കാര്യത്തിനും ഞാൻ പറയണം. അപ്പോൾ അവർക്ക് ആദ്യം നന്ദി പറയുന്നു. എനിക്ക് തുതിയൂർ എന്ന് പറഞ്ഞാൽ ഞാൻ തുതിയൂർ ഒരു വാർഡിലാണ് മത്സരിക്കണമെങ്കിലും തൊട്ടടുത്ത വാർഡായ കുന്നത്തേറയും നമ്മൾ കുന്നത്തേറ എന്ന് പറയില്ല, അത് തുതിയൂർ എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. നമുക്ക് തുതിയൂർ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിട്ട് നമ്മൾ കാണാറില്ല. തുതിയൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ദീർഘമായിട്ട് സംസാരിച്ച് ഞാൻ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റൂല. കാരണം ഞാൻ ആദ്യമായിട്ട് മത്സരരംഗത്തോട്ട് ഇറങ്ങിയേക്കുന്നു. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഞാനപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം തന്നെ ഞാൻ പറയാം SSLC ആണ്. കാരണം ഞാനത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ +2 പഠിച്ച് ഡിഗ്രി പഠിച്ച് ഒരു സിനിമ പറയില്ലേ, ഞാൻ BA BCom ആണെന്ന് എപ്പോഴും പറയണ പോലെ ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞല്ല, നോമിനേഷനിൽ എഴുതി കൊടുത്തേക്കാണ്. അപ്പൊ ഇനി നുണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ SSLC ആണ് എൻ്റെ വിദ്യാഭ്യാസം. പക്ഷെ ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ സെസ്സിലെ മലിനജലം എന്ന് പറഞ്ഞെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അത് 100% ഇവിടെ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പരാതിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ പോയി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മുഖവര കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം ഇലക്ഷൻ സ്ക്വാഡ് പോയപ്പോൾ ആ മാർവൽ ഹോംസിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ കളർ ഗ്രേ കളറിലാണ് ഒഴുകണം. വെള്ളത്തിന് ഏറ്റവും കനം കുറഞ്ഞാണ് വെള്ളം ഒഴുകണം. വെള്ളം അല്ല ഒഴുകണം, സെസ്സിന്ന് മാലിന്യം ഒഴുകണം. അപ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ ഞാൻ ഒരാൾ വിചാരിച്ച് നടക്കില്ല. ഞാൻ ജയിച്ച് കൗൺസിലറായി എന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടത് നടക്കില്ല. അപ്പം എന്താ വേണ്ട, കൂട്ടായ്മ തുതിയൂരിലെ ജനങ്ങൾ, അതായത് വാർഡില്ലട്ടോ ഞാൻ പറയണ, ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി പുഷ്പം പോലെ നമുക്ക് എടുക്കാം. ഒന്നിച്ച് നിൽക്കുക എല്ലാവരും. അത് എൻ്റെ പിന്നിൽ അല്ല ഇവർ നിൽക്കേണ്ടത്, എൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. അതിന് ഏറ്റവും ആദ്യം ഞാൻ ഇപ്പോൾ പറയാം, രാജു സാറ്, ഞാൻ ഒരുപാട് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് രാജു സാറായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്ത് ആ വില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാജു സാറ് മാത്രം ഓട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് രാജു സാറ്, ആ സോപാനം വീട്ടിൽ ആ ചേച്ചിയുടെ പേര് മറന്നു, എനിക്ക് എല്ലാവരുടെയും പേര് ഓർമ്മയില്ല. എന്നാലും എനിക്ക് അപ്പോൾ ആ ഭാഗത്തുള്ള അമ്മൻകോവിൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. കൂടാതെ വിജയൻ, അവനെ ഒരുപാട് അതിൻ്റെ പുറകിൽ അന്ന് അച്യുതാനന്ദൻ സാറിനെയൊക്കെ കൊണ്ടുവന്നാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാനിപ്പോൾ മറുപടി തന്നില്ല, നമുക്ക് എന്നാറാവുന്ന കാര്യങ്ങളും ഈ ഇതിന് മുന്നിൽ പ്രവർത്തിച്ച രാജു സാറ്, വിജയൻ, ആ അസോസിയേഷൻ ഭാരവാഹികളുമായി കോടീകരിച്ച് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കത് ചെയ്താൽ അത് വിജയമാവുന്നതാണ് എൻ്റെ വിശ്വാസം. അതായത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യാവുന്ന, ഒറ്റക്കെട്ടായാലും മാത്രമേ നടക്കുള്ളൂ. രാഷ്ട്രീയത്തിന്റെ പേരിൽ രാഷ്ട്രീയം കൊണ്ടൊന്നും നേടൂല. നമ്മൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവിടെ ചേരിതിരുവായി. അതിപ്പോ ഞാൻ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. ജയിച്ചു കഴിഞ്ഞ രാഷ്ട്രീയം അത് എന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അത് പൊതുവേദി കാണിക്കുമ്പോ ഞാൻ കൗൺസിലർ ആവൂല. നല്ല കാര്യം, നല്ല കാര്യം. പിന്നെ നല്ല മറ്റു എല്ലാരും പറഞ്ഞു ഓഫീസ് എടുക്കണ കാര്യത്തെ പറ്റി പറഞ്ഞു. ഞാനിപ്പോ പറയാണ്, എനിക്ക് ഓഫീസും വേണ്ട, ഒന്നും വേണ്ട. എന്റെ വീട് ഇരിക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ അടുത്താണ് ഒരു 5 വർഷമായിട്ടുള്ള അതിന് പേരിട്ടാണ് മദർ തെരേസ ലൈൻ എന്നാണ് എൻ്റെ പേര്. എനിക്ക് തോന്നുന്നു തുതിയൂര് മദർ തെരേസ ലൈനിന്ന് പേരുള്ള ഒരു വഴി ഇല്ലെന്നാണ്. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട, മദർ തെരേസ ലൈനിലാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. പിന്നെ എന്നെ അന്വേഷിച്ച ഒരാളും ഒരു സ്ഥലത്തും വരണ്ട. ഈ തുതിയൂരിന്റെ 2 വാർഡിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ ഞാനുണ്ടാവും, അതുണ്ടാവും. ശരി, ഇറങ്ങി പ്രവർത്തിക്കും. അല്ല, പ്രവർത്തിച്ചോണ്ടിരിക്കുകയല്ല, ഇപ്പോഴും പ്രവർത്തനമുള്ള വർഷങ്ങളായിട്ട് 10-15 വർഷമായി ഇത് ഉണ്ട്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളുടെ വീട്ടിലോട്ടല്ല ആളുകൾ വരുന്നത്, നമ്മൾ അവരുടെ വീട്ടിലാണ് പോകേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ടാണ് ഈ നാട്ടിലെല്ലാം ഈ നാട്ടില് എല്ലാരും സാധാരണ കൂലിപ്പണിക്കാരാണ്. ഒരു 90%. അതില് ഒരു 45% വീട്ടുപണിക്ക് പോണ അമ്മമാര് വരെ ഉണ്ട്. അവരവരുടെ ഒരു ദിവസത്തെ വേദന കളഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവരോടൊപ്പം എന്നും ഉണ്ടാകും. അവരോടൊപ്പം ഉണ്ടാകണമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ ഒരു ദിവസം അവരെ ശമ്പളം മുടക്കി വന്നിട്ട് അവര് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ തൊഴുതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മളാണ് അവരെ വീട്ടിൽ ചെല്ലേണ്ടത്. ഞാൻ അങ്ങനെ പഠിച്ചേക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അത് എന്താണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല.
അംഗനവാടി വളരെ വൃത്തിഹീനമാണെന്ന് പറയും. അപ്പൊ അത് മറുപടി പറഞ്ഞ് അത് അതിന് സൗകര്യക്കുറവാണെന്ന്. അതും വളരെ തീർത്തും അതൊരു പരാജയമാണ്. കാരണം എന്താണെന്നില്ല, അങ്ങനെ പറയരുത്. ആ അംഗനവാടിയുടെ ഉള്ളിൽ മിക്കപ്പോഴും കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ അംഗനവാടിയിലെ ടീച്ചർമാരായ ഷീബ ടീച്ചർ, മോളി ചേച്ചി, അതുപോലെ സത്യഞ്ഞാറിന്റെ ഭാര്യ പേര് വിട്ടുപോയി, അവർക്കൊക്കെ നമ്മളറിയാം. നമ്മളൊരു കൗൺസിലറൊന്നും അല്ല, ഒരു മെമ്പർ പോലും ഒന്നുമല്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ അങ്കണവാടി നമുക്ക് സ്വന്തം കെട്ടിടത്തിലല്ല, വാടക കെട്ടിടത്തിലാണ്. അപ്പൊ നമുക്കൊരു സ്വന്തമായിട്ടൊരു അങ്കണവാടി വേണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അംഗനവാടിക്ക് വേണ്ടിയിട്ട് മുൻ കൗൺസിലർ രാധാമണി പിള്ള കുറച്ച് നാൾ മുമ്പ് വന്ന് ഈ അംഗനവാടിയുടെ തെക്ക് വശത്തായിട്ട്, അതായത് ഇന്ദിരാനാഥ് റോഡിലോട്ട് പോണ വഴിയുടെ അവിടെ സ്ഥലം 10 സെന്റ് പുറമ്പോക്ക് ഭൂമി അനുവദിച്ച് കിട്ടി. അതിന്റെ പേപ്പർ വർക്കൊക്കെ നീങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പൊ അത് സ്റ്റേ വന്നേക്കാണ്. അതിന്റെ ബാക്ക് സൈഡിൽ, അതിന്റെ പുറകുവശം കുഴിയാണെന്നും പറഞ്ഞാണ് അത് വന്നേക്കണത്. അത് സ്റ്റേ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയണത് പല സ്ഥലത്തും, മൂന്നാറിലെ എല്ലാ സൈഡിലും കുഴിയല്ലേ, വൺ സൈഡ്. അവിടെ എല്ലാം കുട്ടികൾ വരേണ്ടതാണ്, കൊച്ചു കുട്ടികൾ വരേണ്ട ഒരു അതിന് സംരക്ഷണ ഭിത്തിയുണ്ടല്ല. അങ്ങനെ നോക്കണമെങ്കിൽ ഈ വഴി കൂടി പോണതെല്ലാം കുട്ടികളല്ലേ. ആ വാളിന് ഒരു 40 സെന്റിമീറ്റർ പൊക്കമുള്ളു, അവര് നേരെ താഴത്തോട്ട് പോകില്ലേ. അപ്പൊ നമ്മളെല്ലാത്തിനും സംരക്ഷണ ഭിത്തി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് ഗ്രില്ല് ചെയ്യാം. ശരി, അപ്പൊ അതിന് സേഫ്റ്റിയുടെ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കാം. ശരി, അപ്പം എന്തെങ്കിലും വേറെ പറയാനുണ്ട്. ഇപ്പൊ കരിയിൽ കോളനിയിൽ വീട് ഉയർത്തുന്ന കാര്യം പറഞ്ഞു കുട്ടനാട്. എനിക്ക് കുട്ടനാട് ആക്കാൻ പറ്റൂല. കാരണം കുട്ടനാട് വീട് എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ആദ്യം വെള്ളം കയറാനാണ് കുട്ടനാട്. ഒരു മടവീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിനേലും താഴ്ന്നു നിൽക്കുന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പൊ കരിയിൽ കോളനിയിൽ ചെയ്യാൻ പറ്റിയ, കരിയിൽ കോളനിയിലും ഏറ്റവും പെട്ടെന്ന് വെള്ളം മുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് കരിയിൽ ഓമന അപ്പുവിന്റെ വീട്ടിലാണ് വെള്ളം കയറുന്നത്. 2 കരിയിൽ ഓമന രാജന്റെ വീട്ടിലാണ് വെള്ളം കയറുന്നത്. പുഷ്കറിന്റെ വീട്ടിൽ വെള്ളം കയറാറില്ല. അതുപോലെ അമ്മണിയുടെ വീട്ടിൽ ഒരുവിധം കൂടി വെള്ളം കൂടുതലാണ് കയറണം. നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശത്ത് അവരുടെ വീട് ഉയർത്താം, അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി. പുഴകളിൽ നമ്മുടെ ചിത്രപ്പുഴയുടെ സംരക്ഷണ ഭിത്തി പൊളിഞ്ഞു കിടക്കുകയാണ്. അത് ഇറിഗേഷൻ വകുപ്പ് അത് നിർമ്മിച്ചിട്ടില്ല. പിന്നെ വെള്ളം താഴ്ന്നു നിൽക്കണം. അവിടെ ഒരു 40 സെന്റിമീറ്റർ ഹൈറ്റിലാണ് വെള്ളം. അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവിടെ മണ്ണിട്ട് ഉയർത്തി അവിടെ വെള്ളം കയറുന്ന വീടുകൾ നമുക്ക് പരമാവധി ഫൗണ്ടേഷൻ പൊക്കി ഉയർത്തി നമുക്ക് ചെയ്യാൻ പറ്റും. അതും നമുക്ക് നമുക്ക് ഇവിടെയുള്ള ആളുകളോടും ഇതിന്റെ ഉദ്യോഗസ്ഥരോടും ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു സാധാരണ ഒരാളാണ്. എനിക്ക് അവിടെ വീട് പൊക്കി തരാന്ന് പറയാൻ പറ്റൂല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഓരോ വശങ്ങളുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും. കാരണം അവർക്ക് എന്നെ അറിയാം. അവിടെ നിയന്ത്രണം ആരാണ് എന്താണെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു വെള്ളപ്പൊക്കം വന്നാലും ഒരു വെള്ളപ്പൊക്കം വന്നാലും എന്ത് കാര്യം വന്നാലും അവിടെ ആരാ പോണേന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. സമയം പരിധി അതല്ല, അവിടെ വീടുകളുടെ എണ്ണം പറഞ്ഞു 7 വീട് പറഞ്ഞ അവിടെ താമസമുള്ളത് 5 വീട്ടിലാണ്. ഒരു വീട്ടിൽ താമസമില്ല. അതും കൂടി പറയണേ. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞെങ്കിൽ ഗ്രീൻ സോണിന്റെ കാര്യം പറഞ്ഞു. ഗ്രീൻ സോണിന്റെ കാര്യം ഞങ്ങൾ കുറച്ചാൾ മുമ്പ് അത് നിലവിലുള്ള പ്രശ്നമാണ്. കാരണം ഇവിടെ ഫ്ലാറ്റുകൾ പണിയാൻ പറ്റുള്ള 3000 പ്രതിഭെണ്ണം അറിയാൻ പറ്റും. 3300 സ്ക്വയർ ഫീറ്റിന് മേളിൽ ഒരാൾക്കും കിട്ടുന്നില്ല. അപ്പൊ അത് MLA അടുത്ത് ഇപ്പൊ നമുക്ക് ആ MLA അടുത്ത് സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. MLA സൂചിപ്പിച്ചപ്പോ അതിനെപ്പറ്റി സർക്കാരിലേക്ക് അത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ശരി, ഓക്കെ. അപ്പം അതിന്റെ കാര്യം ഞാൻ നേരത്തെ കൂടാതെ ബസ് സർവീസിന്റെ കാര്യം നമുക്കിപ്പോ ബസ്സിന്റെ 39ഓളം ബസ് റൂട്ട് ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 39ഓളം ബസ് റൂട്ട് ഉണ്ട്. രാവിലെ 6 മണി മുതൽ ബസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ ബസ് വന്നത് ഏകദേശം വരുന്നുണ്ട്. ഒരു 5 ബസ് വരുന്നുണ്ട്. 5 ബസ് അവിടെ ഉണ്ട്. ബസ്സിന്റെ പേര് വേണമെങ്കിൽ പറഞ്ഞാൽ പറയണോ? 5 ബസ് അവിടെ ഉണ്ട്. 5 ബസ്സും 1 or 2 ട്രിപ്പ് വീതം വന്നുണ്ട്. ലാസ്റ്റ് വരുന്ന ബസ് ഇവിടെ നമ്മളാലാവുന്നത് നമ്മള് ഗ്രാമവണ്ടിയോ അല്ല എങ്കിൽ ശരിക്കും നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശക്തമായിട്ട് ഇടപെട്ട ജനങ്ങളുടെ സപ്പോർട്ട് MLA അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ട് ഒരു മാസ് പെറ്റീഷൻ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ ഗ്രാമവണ്ടി അല്ലെങ്കിൽ KSRTCയുടെ ഒരു ബസ് ഓടിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞാൻ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മളാലാവുന്ന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് ഏത് സമയത്തും എന്നെ വിളിക്കാം.
എല്ലാ കാര്യത്തിലും ഉണ്ടാവുമെന്ന് പൂർണ്ണമായി ഉറപ്പ്. നന്ദി നന്ദി നന്ദി. 5 സ്ഥാനാർത്ഥികളോടും മറ്റ് ഇനി സംസാരിക്കാനുള്ള സ്ഥാനാർത്ഥികളോടും കൂടിയാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു 1-2 ചോദ്യങ്ങളുണ്ട്. ഘടകർ, എൻ്റെ കോ കാൻഡിഡേറ്റ്സ്, തുതിയൂർ നിവാസികൾ എല്ലാവർക്കും നമസ്കാരം. ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ എൻ്റെ വോട്ടേഴ്സായിട്ട്, വോട്ടേഴ്സ് മീൻസ് വോട്ട് ചെയ്ത ആളുകൾ മാത്രമല്ല, ഈ നമ്മുടെ വാർഡിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും സ്പന്ദനങ്ങൾ മനസ്സിലാക്കി അവരിൽ ഒരാളായി ഒരു ജനകീയ കൗൺസിലറായി മാറും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. കൂടാതെ ഈ 14-ാം വാർഡിലെ പല ഏരിയകളിലും കൂടി ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇടറോഡുകൾ പലതും ഗതാഗത യോഗ്യമല്ല, പൊട്ടിത്തകർന്നു കിടക്കുന്ന റോഡുകളാണ്. ചെറിയ ഒരു ഇടപെടലുകൾ നടത്തിയാൽ പോലും അവർക്ക് സംതൃപ്തിയാകും. അതുപോലും ചെയ്യാത്ത ഒരു 5 വർഷക്കാലമാണ് കടന്നുപോയത്. ഇതെൻ്റെ വാക്കുകളല്ല, അവിടുത്തെ വോട്ടേഴ്സ് എന്നോട് ഷെയർ ചെയ്തതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിനതീതമായി എന്നോട് ആളുകൾ സംവദിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കൂടാതെ ഇവിടെ ആളുകൾ ഒരുപാട് പേര് സൂചിപ്പിച്ച പോലെ ഇവിടെ ഗതാഗതത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. യാത്രാ സൗകര്യത്തിലുള്ള അപര്യാപ്തത. ഒരു 33 വർഷക്കാലമായി തുതിയൂരിന്റെ മരുമകളായി ഇവിടെ താമസിച്ചിരുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് ഞാനും ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്കൊപ്പം ജോലിക്ക് പോകുന്നതാണ്. എല്ലാവരോടും തന്നെ സംസാരിച്ചും സമ്മതിച്ചും തന്നെയാണ് ഞാൻ സാധാരണ ബസ്സിൽ കയറി ജോലിക്ക് പോയിട്ടുള്ളത്. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തിയിരുന്നു. അന്ന് പറഞ്ഞു കേട്ടത് ആ സർവീസ് ആ ബസ് വളരെ വലിയ ബസ്സായിരുന്നു. അതിന് ചില ഏരിയയിൽ വരുമ്പോൾ തിരിയാൻ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിർത്തലാക്കിയത്. ഇന്ന് ആളുകൾ ഇപ്പോഴും നമ്മുടെ വാർഡിൽ ഒത്തിരി ആളുകൾ നമ്മളുടെ അടുത്ത് ഇപ്പോഴും പണ്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇടപെട്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരിൽ ഒരാളായി അവരുടെ കാര്യങ്ങൾ കേട്ട്, അപ്പോൾ അംഗൻവാടിക്കൊപ്പം ഒരു പകൽ വീട് പോലെ ഒരു നമ്മുടെ അമ്മമാർക്ക്, എനിക്കും അതിനൊപ്പം ചേരാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്തും അത്തരം ഒത്തിരി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് എനിക്കൊരു മുതൽക്കൂട്ടാവും. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലെന്നുള്ളൂ. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫ്രീ ആയിട്ട് ഞാൻ കൗൺസിലിംഗ് പലർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടും അല്ലാതെ. അയൽക്കത്തുകാരൻ്റെ കാര്യം നമ്മളതല്ല എന്ന് നമ്മൾ എപ്പോൾ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു കൗൺസിലർ ആവുക അല്ലെങ്കിൽ ഒരു ഓഫീസർ ആവുക എന്നുള്ളതൊന്നും അല്ല. ആഫ്റ്റർ ഓൾ ഒരു നല്ല എത്തിക്സ് ഉള്ള, എല്ലാവരെയും സഹായിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന എവിടെയാണോ അത് നമ്മുടെ വീടാണ്. സാഹചര്യങ്ങളൊക്കെ മാറും, അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട എന്നാണ്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിന് മറുപടി കിട്ടിയില്ല. അല്ലെങ്കിൽ ഒരു 40,000 രൂപ മാത്രമാണ് അവർക്കൊരു ഗ്രാൻഡ് അനുവദിച്ചത്. അത് മാറിപ്പോയ കൗൺസിലർമാരുടെ കുറ്റമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് അതിനകത്ത് നൂലാമാല ഉള്ളത് എന്ന് നമ്മൾ ബന്ധപ്പെട്ട സെക്ഷനുമായിട്ട് അന്വേഷിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഏതൊക്കെ വീടുകളാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്യും. തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഇപ്പൊ ഒരു 14ഉം 13ഉം വാർഡാണ് ഇവിടെ അടുത്തടുത്തുള്ളത്. ഒരു ഇപ്പൊ പറയുന്നത് ഒരു വാർഡില് LDFും ഒരു വാർഡില് UDFും ആണ്. നമ്മുടെ വീടുകളിൽ മാലിന്യ ഇപ്പൊ ഫുഡ് വേസ്റ്റ് എടുക്കുന്നുണ്ട് നഗരസഭ. പ്ലാസ്റ്റിക് നമ്മൾ കഴുകി കൊടുത്താൽ നമ്മൾ അവർക്ക് 60 രൂപ കൊടുത്തിട്ട് വേണം അവർ ആ പ്ലാസ്റ്റിക് എടുത്തോണ്ട് പോവാനായിട്ട്. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് അവർ കാശിന് വിൽക്കുകയാണ്. അത് അവസാനിപ്പിക്കണം. നമുക്ക് മാലിന്യ സംസ്കരണത്തിന് പ്ലാനിങ് ഉള്ള ഒരുപാട് പ്രൊജക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ നടപ്പിലാകുന്നില്ല. 140 കോടി രൂപയുടെ വരുമാനമുള്ള ഒരു തൃക്കാക്കര നഗരസഭയായിട്ട് ഈ മാലിന്യ സംസ്കരണം സ്വന്തം ചെലവിൽ നിർവഹിക്കാൻ ഈ തൃക്കാക്കരയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു നാണക്കേട് തന്നെയാണ്. ആശാവർക്കർ എന്നൊരു രീതിയിൽ എനിക്ക് സേവനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും എനിക്കൊരു മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് തന്നെയായിട്ട് ഒരു സൂര്യജലാമ എന്ന് പറഞ്ഞൊരു കേസ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആ മരിച്ചുപോയ വ്യക്തി നമ്മുടെ കുവൈറ്റിൽ വെച്ചിട്ട് മദ്യദുരന്തത്തെ തുടർന്ന്
പുള്ളി മാനസികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് അവിടുന്ന് നാട് കടത്തപ്പെട്ട് ഇവിടെ വരികയും ഇവിടെ വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും അവിടുന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ തുതിയൂര് പ്രദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു. അവിടെയുള്ള ലില്ലി എന്ന് പറഞ്ഞൊരു ചേച്ചി, ആ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് അവർക്ക് നമുക്ക് കിട്ടിയില്ല. ആംബുലൻസിന് നന്നായിട്ട് എത്തിച്ചു കൊടുത്തു. അത് തന്നെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കൂടിയായ തണയിലൊരു ഫ്രണ്ടും കൂടി ചേർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന ഞങ്ങളോടൊപ്പം തന്നെ പോലീസുകാർ ഞങ്ങളുടെ കൂടെ വന്ന് അവരെ പോലീസ് വണ്ടിയിൽ കയറ്റി വിടുകയും ചെയ്തു. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ആ സമയത്ത് ആ ചേട്ടൻ സൂര്യജനമ്മ വളരെ അവശ നിലയിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു സമയത്ത് പറയേണ്ടത് സൈഗാൾ കുട്ടൻ ചേട്ടൻ, ആ ചേട്ടന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിരുന്നു. പിന്നെ ഈ ലില്ലി ചേച്ചി എന്ന് പറയുന്നതും അവർക്ക് പാമ്പ് കടിക്കുമെന്നുള്ളൊരു ടെൻഷനൊക്കെ കൊണ്ടിട്ടാണ് പുള്ളിക്കാരത്ത് വിളിച്ചു പറഞ്ഞത്. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ആശാവർക്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അയാളെ കൊടുത്തെങ്കിൽ പോലും അയാൾക്കത് നല്ലൊരു രീതിയിലേക്ക് എനിക്കത് ചെയ്യാനായില്ല. കാരണം പിന്നീട് അറിയുന്നത് അയാളുടെ മരണവാർത്തയാണ് നമ്മൾ അറിയുന്നത്. അപ്പോ അങ്ങനെ സഹായം ചെയ്യാനൊക്കെ നമ്മൾക്കുണ്ടാകുന്ന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പൊതുപ്രവർത്തനം ഇതെല്ലാം ഇത് സേവനം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതെല്ലാം കരുതിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ പറയുന്നില്ല. എല്ലാവരും നമ്മൾ സെപ്സില മലിനജലത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ 14-ാം വാർഡിന്റെ പടിഞ്ഞാറെ പാടം ഒരു മിനി ബ്രഹ്മപുരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു സ്ഥാനാർത്ഥിയും അതിനെതിരെ എന്ത് നടപടി എടുക്കുമെന്ന് ആരും അഭിപ്രായം പറഞ്ഞ് കണ്ടില്ല. അപ്പോ മാലിന്യ സംസ്കരണ വീടുകളിൽ നിന്നാണ്. പക്ഷെ ഈ പൊതുസ്ഥലത്തെ മാലിന്യ പ്രശ്നത്തിന് എന്ത് പരിഹാരം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കിടത്തി ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാലോ, ബസ് റൂട്ടില്ല, ഓട്ടോയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഓരോ ദിവസവും ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പൊ അതിനുള്ള നമുക്ക് ചെയ്തു കൊടുക്കണം. അത് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മൾ കൂട്ടായ ശ്രമം, കൂട്ടായി എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. അത് നമുക്ക് ചെയ്തു കൊടുക്കണം. എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമത്തിൽ മാത്രമാണ് അത് നടക്കുള്ളൂ. എന്നെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളത് നമുക്ക് പിന്നീട്, ഞാൻ ഒരു വിജയിച്ചു വന്നാൽ തന്നെ എന്റെ അറിവ് പരിമിതമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിക്കുന്നത് ഒരു വളച്ചാൽ ബണ്ട് റോഡ് നവീകരിച്ച് യാത്രയ്ക്ക് അനുയോജ്യമാക്കി തീർക്കണം. അത് ഇപ്പൊ പലരുടെയും കൈകളിലാണ്, നമുക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും. എൻ്റെ സർവീസിലുടനീളം ഒരാളോട് പോലും 5 രൂപ കൈക്കൂലി മേടിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാര് ഇപ്പോഴും ഈ 14-ാം വാർഡിൽ എനിക്ക് കൈക്കൂലി കൊണ്ടുവന്ന് എന്നെ സ്വാധീനിക്കാൻ, അത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടല്ല, ഒരു പോലീസുകാരി ആയിരുന്ന കാലം മുതൽ അവരുടെ കാര്യം നടക്കാൻ എൻ്റെ അടുത്ത് വന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്നും അവരോട് പറഞ്ഞത് 5 രൂപ നിങ്ങളോടൊന്നല്ല ഒരാളോടും വാങ്ങിയിട്ടുള്ള ചരിത്രം എനിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, അദ്ദേഹം വേറൊരു രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനുള്ള ഭാഗ്യം കൂടി ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സത്യവും കൂടി ഞാൻ സംശയമുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാ വാർഡിലെയും സ്ഥാനാർത്ഥിമാരെ ഇവിടെ എത്തി അവരുടെ വികസന കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തു. അവർ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ജയിച്ചാൽ ഇന്നത് ചെയ്യാം എന്നാണ് എല്ലാ കൗൺസിലർമാരും പറഞ്ഞത്. എന്നെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ആര് ജയിച്ചാലും തുതിയൂരിന് ഇത് ഇന്നത് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാണ്ട് LDF ജയിച്ചിരുന്നെങ്കിലോ UDF ജയിച്ചിരുന്നെങ്കിലോ അല്ല, BJP ജയിച്ചിരുന്നെങ്കിലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ ആര് ജയിച്ചാൽ തുതിയൂര് കിട്ടണം. കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് ചെയ്താലും തുതിയൂരിനുണ്ടാവണം. അല്ലാണ്ട് ഇന്ന ആള് ചെയ്താൽ മാത്രമാണ് തുതിയൂരിന് കിട്ടുമെന്ന് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ബാബു അണ്ണി പറഞ്ഞു ഇന്ന കാര്യങ്ങൾ, തോമസ് പറഞ്ഞു ഇന്ന കാര്യങ്ങൾ, ബിനുമോൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ,
ആര് പറഞ്ഞാലും ഇതിവിടെ ഉണ്ടാകുക എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയ ആൾക്കാർ ശരിയായില്ല, ഞാൻ പരാജയപ്പെട്ടുവെങ്കിൽ വിജയിച്ചവർ അത് അവരോട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞ പദ്ധതി നല്ലതാണോ, അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്താൻ ശ്രമിക്കുക. അല്ലാതെ ഒരാൾ ഞാൻ പറഞ്ഞ പരിപാടി നടന്നില്ല എന്ന് വെച്ചിട്ട് തുതിയൂരിന് അത് കിട്ടാതെ പോകരുത്. അത് മാത്രമാണ്. എന്തായാലും സഹകരിച്ച എല്ലാവർക്കും നന്ദി, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പിന്നെ ഇത് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ സോജനാണ്, എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. അവനാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ അവൻ എവിടെയോ ബഹ്റൈനിൽ ചെയ്യുന്നു. ഈ പ്രാദേശികമായ കാര്യങ്ങളിൽ പോലും ഇത്രയേറെ ശ്രദ്ധ അവൻ ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്നേഹവും കാര്യം കൊണ്ട് മാത്രമാണ്. എന്തായാലും എല്ലാവർക്കും വന്നവർക്കും എല്ലാവർക്കും നന്ദി, എല്ലാ സ്ഥാനാർത്ഥിമാർക്കും നന്ദി, നമസ്കാരം. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സമയമാണ് 9-ാം തീയതി. അപ്പം അത് കൃത്യമായിട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും ആർക്കെന്നല്ല അത് നോക്കിയിട്ട് കഴിവും പ്രാപ്തിയുള്ള നിങ്ങൾ ഈ നമ്മുടെ കൂട്ടായ്മയിലെ ആളുകൾ തന്നെ 3 പേരെ, നമ്മുടെ കൂട്ടായ്മ തന്നെ പറയാം, ഇവരെല്ലാവരെയും നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുക്കാം.